ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടം നടത്തുകയാണ് നമ്മൾ. ആ ജീവിതം പഠിക്കാനുള്ള ഒരവസരം നമ്മിൽ കൈവന്നിരിക്കുകയാണ്. ഓരോ വർഷവും അതാവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സന്ദേശമാണോ നമുക്ക് കൈമാറിയത് അത് മുറുകെ പിടിക്കാനുള്ള, അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവും തത്വദീക്ഷയും ആർജവവും സാധിക്കാനുള്ള സമയമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ. അഹ്യാ റബീഅൽ ഖൽബി അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി അഹ്യാ റബീഅൽ ഖൽബ്, ഹൃദയത്തിന്റെ വസന്തം സജീവമാക്കിയിരിക്കുന്നു, ഹൃദയത്തിന്റെ വസന്തത്തിന് ഉണർവ് നൽകിയിരിക്കുന്നു. ഷഹ്റുൽ മൗലിദി, ഹബീബിന്റെ ജന്മം ആസന്നമായ ഈ മാസം, ജന്മം നടന്ന ഈ മാസം ഹൃദയത്തിന്റെ വസന്തമാണ്. കുല്ലുൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി, അഹ്മദ് എന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാമവും അവിടുത്തെ സ്മരണകളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജഅത് ലിമൗലിദിഹി ശരീഫി ബശായിറുൻ വഖവാരിഖുൽ ആദാതി ലൈലത മൗലിദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ, ഹബീബായ തങ്ങളുടെ വെളിച്ചം ഈ ലോകത്തിൽ ലഭ്യമായതിന്റെ അയവിറക്കലും ഓർമ്മപ്പെടുത്തലുകളുമാണ് നടക്കുന്നത്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. ആയാതുഹു വൽ മുഅ്ജിസാത്ത്, മുത്തുനബിയുടെ ദൃഷ്ടാന്തങ്ങളും അവിടുത്തെ മുഅ്ജിസത്തുകളും കസീറത്തുൻ, ഒരുപാടുണ്ട്, ഒരുപാടാണുള്ളത്. ഷഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി, അസൂയപ്പെടുന്ന ആളുകളുടെ മനസ്സുപോലും ബുദ്ധി പോലും അതിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കേണ്ടി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ എണ്ണിയാലൊടുങ്ങാത്ത, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അൽ ബദറു ശുഖ്ഖ ബിഅംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. ചന്ദ്രൻ പിളരുകയും അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അസ്തമിക്കാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അശ്ർ നിസ്കാരം നിർവഹിക്കപ്പെടാൻ വേണ്ടി അസ്തമയം നടത്താതെ കാത്തിരിക്കുകയും ചെയ്തത് അവിടുത്തെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ. വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. വൽ വഹ്ശു വൽ അശ്ജാറു, ഹിംസ്ര ജീവികളും സസ്യങ്ങളുമെല്ലാം ഖസ്സജദത് ലഹു, മുത്തുനബിക്ക് വേണ്ടി സുജൂദിൽ വീണുവല്ലോ. വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബിയോട് സലാം പറയുമായിരുന്നുവല്ലോ കല്ലുകളും വൃക്ഷങ്ങളും. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത ഇക്തഫൗ വയസീറുഹു ലം യൻഫദി. വമിനൽ യസീരി സഖാ, വളരെ തുച്ഛമായതിൽ നിന്നും സഖാ വഅത്അമ ജൈശഹു, അവിടുന്ന് കുടിപ്പിക്കുകയും അവിടുത്തെ സൈന്യത്തെ ഭക്ഷിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഹത്ത ഇക്തഫൗ, അവർക്കൊക്കെ മതി വരികയും വയസീറുഹു ലം യൻഫദി, ആ കുറച്ചു ബാക്കിയുള്ളത് തീർന്നു പോവാതെ ഒരുപാട് ആളുകൾക്ക് ലഭ്യമാകത്തക്ക വിധം വെള്ളവും ഭക്ഷണവും ഹബീബിന്റെ കയ്യാലെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളാണ്
നമ്മൾ മൗലിദിന്റെ കിതാബിൽ ഓതുന്ന ഈ വരികളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചു വെച്ചിരിക്കുന്നത്. വലഹുൽ വസീലതു വൽ ഫളീലതു വൽ ഉലാ വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി وآته الوسيلة والفضيلة والدرجة الرفيعة وابعثه المقام المحمود الذي وعدته. നാളെ പരലോകത്ത് അൽ മഖാമുൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്ന സ്ഥാനമെന്തോ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ അപദാനങ്ങളും അവിടുത്തെ സ്ഥാനമാനങ്ങളും എണ്ണിയാൽ ഒതുങ്ങുന്നതല്ലല്ലോ. എത്രയാണവയൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള അവിടുത്തെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് നമ്മൾ നടത്താൻ പോകുന്നത്. മദീനയിൽ നിന്ന് സാറ എന്ന് പറയുന്ന ഒരു പെണ്ണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോകുന്നുണ്ട്. അവളുടെ പേര് സാറ എന്നാണ്. അവൾ പോകുമ്പോ മദീനയിൽ നിന്ന് ഒരാൾ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ കത്ത് തന്റെ മുടിക്കെട്ടിൽ എവിടെയോ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൾ മക്കക്കാർക്ക് സേവനം ചെയ്തിരുന്ന മുഹാജിറുകളായ സ്വഹാബിമാർ മക്കയിലുള്ള സമയത്ത് അവരുടെ വീടുകളിൽ ജോലി ചെയ്തവളാണ്. മദീനയിൽ വന്നവരെ കണ്ടുപോകുമ്പോ ഒരു കത്തുകൂടെ കിട്ടിയിട്ടുണ്ട് മക്കയിൽ കൊണ്ടുപോയി കൊടുക്കാൻ. ആ കത്ത് ശുദ്ധമായ ഹബീബിന്റെ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വഹി നൽകുന്നു. ആ കത്തിൽ വളരെ കോൺഫിഡൻഷ്യലായ ഒരു വിവരം ലീക്ക് ചെയ്യപ്പെടുകയാണ്. കോൺഫിഡൻഷ്യലായ വിവരം, അള്ളാഹുവിന്റെ ഹബീബ് മക്കയെ കീഴടക്കാൻ പോകുന്നുണ്ട്. വിശുദ്ധമായ ഫത്ഹ് മക്ക നടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح. അല്ലാഹുവിന്റെ സഹായവും മക്ക വിജയവും നടന്നു കഴിഞ്ഞാൽ ورأيت الناس يدخلون في دين الله أفواجا. വിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഓടിവരുന്നതും കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നബിയെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഹംദ് ചൊല്ലേണമേ, സുബ്ഹാനല്ലാഹ് പറയണമേ. വസ്തഗ്ഫിറുഹു, റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് നബിയെ. ഈ ആയത്തിന്റെ ഉള്ളിൽ മക്കയിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ചും മക്ക നഗരം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നുവെന്നും സൂചനയുണ്ട്. ആ സംഭവമാണ് ഹിജ്റ 8-ാം വർഷം നടക്കാൻ പോകുന്നത്. വിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനെയും കൂട്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു. 10,000 of saints, 10,000 വിശുദ്ധന്മാരോടുകൂടെ നബി തങ്ങൾ കടന്നു വരുമെന്ന് ബൈബിൾ പുസ്തകങ്ങളിൽ പറഞ്ഞ ആ സംഭവം നടക്കുകയാണ്. The Lord came on Sinai, shined on Seri, he came forth from Mount Paran, he came with 10,000 of saints. From his right hand there went a fiery law എന്ന് പറഞ്ഞ വിശുദ്ധമായ ഹബീബിന്റെ വരവിനെ സംബന്ധിച്ചുള്ള പരാമർശം ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണാൻ കഴിയും. ദൈവത്തിന്റെ പ്രഭ അങ്ങകലെ സീനായിൽ പ്രത്യക്ഷപ്പെടുകയും സേരിയിലൂടെ വിളങ്ങുകയും ആ പ്രഭ പാറാൻ കുന്നുകളിൽ നിന്ന് ഒന്നുകൂടെ പ്രോജ്വലിക്കാൻ പോവുകയാണ്. ആ പ്രവാചകന്റെ അനുയായികൾ 10,000-ഓളം ആളുകളുമായി ആ പ്രവാചകൻ മാർച്ച് ചെയ്യും. He came with 10,000 of saints. 10,000 സന്യാസിമാർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സന്യാസിമാരെന്ന് പറഞ്ഞ വാക്കിന് ദൈവഭക്തന്മാർ, പയസ്, വളരെയധികം തഖ്വയുള്ള ആളുകൾ. അത്തരം ആളുകൾ
ശുദ്ധ നബിയോടുകൂടെ 10,000 ആളുകൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരും എന്നൊരു പരാമർശമുണ്ട്. ഫ്രം ഹിസ് റൈറ്റ് ഹാൻഡ് they went a fiery law. ആ പ്രവാചകരുടെ വലതു കൈയിൽ അഗ്നിപ്രമാണമായ ഒരു നിയമഗ്രന്ഥമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധമായ സംഭവം നടക്കുകയാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും കൂടെ കുറച്ചും കൂടെ നന്നായാൽ നല്ല റാഹത്താവുമായിരുന്നു. ഇപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത അറിയാം, എന്താ മൂലർക്ക് കേട്. നല്ല സൗണ്ട് പോകണം, എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല, എന്നാലേ നല്ല റാഹത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ക്ഷീണിക്കുകയാണ്. ഇനി ഒരു 7-ാം തീയതി വരെ കണ്ടിന്യൂസ് വേളുണ്ട്. അപ്പോ അതൊക്കെ മനുഷ്യന്മാർക്ക് കുറച്ച് നേരത്തെ വാക്ക് കൊടുത്തതാ. അപ്പൊ അതുകൊണ്ട് സൗണ്ട് പോയി പോവും ചെയ്യരുത്. നന്നായിട്ട് കൂട്ടിയാൽ കേൾക്കാനും റാഹത്തുണ്ടാവും, പറയാനും റാഹത്തുണ്ടാവും. പ്രദീപ്, നിങ്ങളെ കൈ എന്തോ ഇടയ്ക്ക് വന്ന് ടച്ച് ചെയ്യാനുണ്ട്. ഇതൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴാണ് മനസ്സിലാവാതെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10,000 അനുയായികൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോകുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരോടും പറയരുത്, ആരോടും പറഞ്ഞു കൊടുക്കരുത്, കോൺഫിഡൻഷ്യലാണ്, ആരും അറിയരുത് എന്ന് പറഞ്ഞു. ആ ഒരു യാത്രയാണ് ഒരാൾ മക്കക്കാർക്ക് ചോർത്തി കൊടുക്കുന്നത്. അത് ഹാത്തിബ് ഇബ്ൻ അബി ബൽതഅ എന്ന് പറയുന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഒരു യുദ്ധം നടന്നാൽ, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ആ സമയം തന്റെ കുടുംബത്തിന് മക്കയിൽ സംരക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മക്കക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ, തന്നോട് ഒരു സിമ്പതി തോന്നാൻ വേണ്ടി മക്കക്കാർക്കൊരു രഹസ്യം ചോർത്തുകയായിരുന്നു മഹാനായ സ്വഹാബി ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ആ ചോർത്തിയ വിവരം ഒരു കത്തിലൂടെയാണ് പോകുന്നത് മക്കയിലേക്ക്. ആ കത്തുമായി ആ പെണ്ണ് മരുഭൂമിയിലെത്തിയപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ വഹി വരുന്നു തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഹിയിൽ നബി തങ്ങൾ ആ പെണ്ണ് എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു. എവിടെയാണ് ആ പെണ്ണ് എത്തി നിൽക്കുന്നത്, എവിടെയാണ് ആ പെണ്ണിന്റെ റൂട്ട്, ഏതിലൂടെയാണ് അവർ പോകുന്നത്, എല്ലാം കൃത്യമായ രേഖ നബി തങ്ങൾക്ക് ലഭിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ അലി, സുബൈർ, മിഖ്ദാദ്, നിങ്ങൾ 3 പേരും എഴുന്നേൽക്കുക. നിങ്ങൾ സൈന്യമാണ്, നിങ്ങൾ സിംഹമാണ്. നിങ്ങൾ 3 പേരും പോയി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സാറ എന്ന പെണ്ണ് ഖാഖ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിന്റെ അരികത്തെത്തി നിൽക്കുകയാണ്. അവരെ ചെന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. ഒന്നും കിട്ടുന്നില്ല. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട്, സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോവുക. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന റൂട്ടിൽ ഖാഖ് എന്ന് പറയുന്ന ഒരു ചെറിയ തോട്ടമുണ്ട്. അവിടെ നിങ്ങൾക്കൊരു പെണ്ണിനെ കാണാം.
അവളോട് ചോദിക്കണം, നിന്റെ കയ്യിലുള്ള കത്ത് തരാൻ വേണ്ടി പറഞ്ഞു ഞാനെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ 3 ചുണക്കുട്ടികൾ ആ പെണ്ണിനെയും തേടി പുറപ്പെടുന്നു. മദീനയിൽ നിന്ന് പോകുന്ന റൂട്ട് കൃത്യമാണ് നബി തങ്ങൾ. അവൾ ഇത്ര ദൂരം എത്തിയിട്ടുണ്ട്, ഇവിടെയാണ് അവൾ ഉള്ളത്, ഇന്ന താഴ്വരക്കിടയിലാണ്, സ്ഥലവും പറഞ്ഞു കൊടുത്തു. റൗദത്തു ഖാഖ്. അവിടെ എത്തിയാൽ അവളോട് പറയണം, നിന്റെ കയ്യിലുള്ള കത്തെടുക്ക് എന്ന് പറയണം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണെ, നിന്റെ കയ്യിൽ കത്തുണ്ടോ? അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അടച്ചു നിഷേധിച്ചു. ആ സമയം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ലഗേജ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഒട്ടകപ്പുറത്ത് നിന്ന് എല്ലാം താഴെ വെച്ചു. ഓരോന്നോരോന്ന് തുറന്ന് കൃത്യമായി പരിശോധിച്ചു. കൃത്യമായി പരിശോധിച്ചതിന്റെ ശേഷം അവളുടെ ലഗേജിലൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ, നിന്റെ കൂടെ കത്തുണ്ട് എന്ന് ആകാശത്ത് നിന്ന് വിവരം വരുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വിവരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വസ്ത്രം അങ്ങ് ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റിയെങ്കിൽ തന്നെയും പ്രശ്നമല്ല, ഞങ്ങൾ ആ കത്തുകൊണ്ടേ പോവൂ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവൾ പേടിച്ചു പറഞ്ഞു, ഒരൽപ്പം സാവകാശം തരണം. അവൾ മാറി നിന്ന് ഹിജാബിന്റെ നിഖാബിന്റെ ഉള്ളിൽ നിന്ന്, മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ചുരുട്ടിവെച്ച കത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ആ കത്തുമായി ഓടുകയാണ് മദീനയിലേക്ക് അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബിമാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ആ കത്ത് ചുരുട്ടിപ്പിടിച്ചൊരു സ്ക്രോളാണ്. അന്നത്തെ പഴയ കടലാസുകൾ അങ്ങനെയാണല്ലോ. ആ കത്ത് നബി തങ്ങൾ തുറക്കാൻ വേണ്ടി പറഞ്ഞു. തുറന്നു നോക്കുമ്പോ മിൻ ഹാത്തിബ് ഇബ്നു അബി ബൽതഅ ഇലാ റുഅസാഇ ഖുറൈശ്. ഇത് ഹാത്തിബ് ഇബ്നു അബി ബൽതഅ ഖുറൈശികളായ പ്രമാണിമാരോട് ആഹ്വാനം ചെയ്യുകയാണ്, അറിയിച്ചു കൊടുക്കുകയാണ്. എന്ത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, മക്കയിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്റെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്താണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇത് വായിക്കപ്പെടുമ്പോ ഇത് എഴുതിയ സ്വഹാബി ഹാത്തിബ് എന്നവർ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഹമലക യാ ഹാത്തിബ് അലാ ഹാദാ? ഹാത്തിബേ, നിങ്ങൾ ഈ പണി ചെയ്യാൻ കാരണം എന്താണ്? ഹാത്തിബേ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രഹസ്യം ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഈ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നറിയാം. വലം അക്ഫുർ മുൻദു അസ്ലംത്, മുസ്ലിമായതിന്റെ ശേഷം ഞാൻ ഒരിക്കലും കുഫറിന്റെ പണി ചെയ്തിട്ടില്ല നബിയെ, അങ്ങനോട് ക്ഷമിക്കണം. ഞാൻ ആ ചെയ്യാൻ കാരണം മുഹാജിറുകളായ മക്കയിൽ നിന്ന് കടന്നു വന്ന ഓരോരുത്തർക്കും മക്കയിൽ കുടുംബങ്ങളുണ്ട്, എനിക്കവിടെ കുടുംബ ബന്ധങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഒരു യുദ്ധം നടന്നാൽ മറ്റുള്ളവരുടെ കുടുംബങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുമ്പോ എന്റെ കുടുംബം അവിടെ സംരക്ഷിക്കപ്പെടാതെ പോവരുത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒരു സിമ്പതി നേടാൻ വേണ്ടി ഈ പണി ചെയ്തത് നബിയെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഇത് സഹിക്കാൻ പറ്റുമോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ദഅനി അൻദുർ ദഅനി അഖ്തുൽ ഹാദൽ മുനാഫിഖ്. നബിയെ, ഈ കപടവിശ്വാസിയെ ഞാൻ വധിക്കട്ടെയോ നബിയെ, എനിക്ക് അങ്ങ് സമ്മതം തരുമോ എന്ന് ചോദിച്ചു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹബീബായി തങ്ങൾ പറയുകയാണ്, ഇന്നഹു സ്വദഖക്കും, നിങ്ങളോട് സത്യം പറഞ്ഞിട്ടുണ്ട്. ഹാത്തിബ് എന്നവർ സത്യമാണ് പറഞ്ഞത്. ഇന്നഹു ഖദ് ശഹിദ ബദ്റ, ഉമറേ, ഹാത്തിബ് എന്നവർ പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ സംബന്ധിച്ച സ്വഹാബിയല്ലയോ? വമാ യുദ്രീക ലഅല്ല അല്ലാഹ തആല അലാ അഹ്ലി ബദ്രിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ഉമറേ, നിങ്ങൾക്കറിയുമോ, അല്ലാഹു ബദ്രീങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം,
لعل الله اطلع على أهل بدر فقال يعملوا ما شئتم فإني غفرت لكم. ബദരീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കണം ഉമറേ. അതുകൊണ്ട് ഹാത്തിബ് എന്നവർ ബദരിയായ സുഹാബിയല്ലയോ? ആ സുഹാബിയെ കൊല്ലാൻ വേണ്ടി ചോദിക്കുകയാണോ ഉമറേ നിങ്ങളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഉമർ തങ്ങളോട് ചോദിച്ചു. ആ ഇടക്കാണ് സൂറത്തുൽ മുംതഹിന അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാ. സത്യവിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെക്കരുത്. മക്കക്കാർ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ്, നിങ്ങളെ മക്കയിൽ നിന്ന് ആട്ടി പുറത്താക്കിയവരാണ്. അവരോട് നിങ്ങൾ സൗഹൃദ മനോഭാവം കൊണ്ട് നടക്കരുത് എന്ന വിശുദ്ധമായ സൂറത്തുൽ മുംതഹിനയുടെ ആദ്യ ഭാഗത്ത് ആയത്തുകൾ അവതരിക്കുന്നത് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പാതി വഴി പോയിക്കൊണ്ടിരിക്കെ, 100ഓളം കിലോമീറ്റർ കഴിഞ്ഞിരിക്കെ, ഖാഖ് എന്ന തോട്ടത്തിൽ സാറ എന്ന പെണ്ണിന്റെ മുടിക്കെട്ടിനുള്ളിൽ കിടക്കുന്ന കത്തിന്റെ വിവരം ഹബീബായ നബി തങ്ങളെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. മറഞ്ഞു കിടന്നിരുന്ന ഒരു ഗൈബ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ, നബി തങ്ങൾക്ക് അള്ളാഹുവിന്റെ വിവരം ലഭിച്ചപ്പോ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്ബാറുഹു അനിൽ മഗീബാത്ത്, നമ്മുടെ ദൃഷ്ടികൾക്ക് മറഞ്ഞു കിടക്കുന്ന ലോകം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഇക്റാം, അള്ളാഹു നൽകുന്ന ബഹുമാനവും നിബിതങ്ങളുടെ മുഅ്ജിസത്തുകളുമാണത്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസ്വഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി منجي الخلائق من جهنم في غديم آياته والمعجزات كثيرة. എത്രയോ ദൃഷ്ടാന്തങ്ങളാണ് മുത്തുനബി കാണിച്ചത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും അവരുടെ പ്രവാചകത്വം തെളിയിക്കുവാൻ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, കണ്ണു കാണാത്ത ആളുകൾക്ക്, ജന്മന അന്ധന്മാരായ ആളുകൾക്ക് കാഴ്ച കൊടുക്കുവാനും കുഷ്ഠരോഗം സുഖപ്പെടുത്താനും വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താനും ബിഇദ്നില്ലാഹ് അല്ലാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ എനിക്ക് സാധിക്കുമെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ നബി ഈസാ നബിക്ക് അല്ലാഹു നൽകിയ ആ കഴിവ് അപാരമല്ലയോ? ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ തങ്ങളോട് ഇതുപോലെ തന്നെ ചത്തുകിടന്നിരുന്ന ജീവിയുടെ ശരീരഭാഗം സംസാരിച്ചിട്ടുണ്ടല്ലോ. ഹബീബിനെ വിഷം കൊടുത്തു കൊല്ലാൻ കൊണ്ടുവന്ന വിഷമൂട്ടിയ ആടിന്റെ കാൽ തുടകളിൽ നിന്ന് ഹബീബായ നബി തങ്ങൾക്ക് സംസാരം കേട്ടിട്ടുണ്ട്. നബിയെ, എന്നെ കഴിക്കല്ല് നബിയെ, എന്നിൽ വിഷമുണ്ട് നബിയെ എന്ന് ഖൈബറിൽ വെച്ച് ആടിന്റെ കാല്, ചുട്ടെടുത്ത കാല് നബിയോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ആ കരം കൊണ്ട് തടവിയപ്പോൾ എത്രയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് ശിഫ കിട്ടിയത്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസ്വഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. عالم الغيب الله عن غيب رينوان فلا يظهر على غيبه أحدا إلا من ارتضى من رسول. അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു റസൂലിനല്ലാതെ അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കുകയില്ല.
അള്ളാഹുവാണ് ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവാണ് അദൃശ്യ ലോകത്തിന്റെ താക്കോലുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. വഇൻദഹു മഫാതീഹുൽ ഗൈബ്, ഗൈബിന്റെ താക്കോലുകൾ കിടക്കുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു റസൂലിന് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുമെന്ന് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറയുന്നുണ്ട്. فإنه يسلك من بين يديه ومن خلفه رصدا. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകുന്നത് ഈ ഹബീബ് എന്താണോ ലോകത്ത് പഠിപ്പിക്കുന്നത് അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധിക്കുവാനും, പരലോക ജീവിതമുണ്ടെന്നും ബർസഖിൽ ജീവിതമുണ്ടെന്നും അള്ളാഹുവിനെ കാണാൻ പോകുന്നുവെന്നും പരലോകത്തെ ജീവിതം യാഥാർത്ഥ്യമാണെന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ അത് സത്യമാണെന്ന് ബോധിക്കാനാണ് നൂറുകണക്കിന് മുഅ്ജിസത്തുകളെ ഹബീബിന്റെ കയ്യിലൂടെ അള്ളാഹു കാണിച്ചു തരുന്നത്. ഈമാൻ വർദ്ധിക്കുവാനാണത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുണ്ട്, ഉമ്മു ഹറാം ബിൻതു മൽഹാൻ. ഉമ്മു ഹറാം ബിൻ മൽഹാൻ, മൽഹാൻ എന്നവരുടെ പുത്രി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയാണ്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. നബി തങ്ങളുടെ അമ്മായി എന്ന നിലക്ക് അവരെ കാണാൻ പോകാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ ചെല്ലും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അവിടെ ചെറുതായൊന്ന് ഉറങ്ങുമെന്ന് മയങ്ങും, അവരോട് തമാശ പറയും. അങ്ങനെ ഒരു ദിവസം ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഫഗലബതുഹു ഐനുഹു, നബി തങ്ങൾ ചെറുതായൊന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ഉണർന്നു. വഹുവ യദ്ഹകു, നബി തങ്ങൾ ചിരിക്കുന്നുണ്ട്. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, നബിയെ എന്തുകൊണ്ടാണ് അങ്ങ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നബി തങ്ങൾ ചിരിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നാസും മിൻ ഉമ്മതി ഉരിദു അലയ്യ ഗുസാതൻ ഫീ സബീലില്ലാഹ് യർകബൂനൽ ബഹർ മുലൂകൻ അലൽ അസിറ ഔ മിസ്ലൽ മുലൂകി അലൽ അസിറ. ഉമ്മു ഹറാമേ, അല്ലാഹു എനിക്ക് സ്വപ്ന ദർശനം കാണിച്ചു തന്നു. നാസും മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു, ഈ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി കടൽ കയറി പോകുന്നുണ്ട്. ഉസാതൻ ഫീ സബീലില്ലാഹി യർകബൂനൽ ബഹറ, സമുദ്രം കാണാത്ത നബിയാ പറയുന്നത്, സമുദ്രത്തിന്റെ മീതെ യാത്ര ചെയ്ത് മുലൂഖൻ അലൽ അസിറ, കപ്പലുകളിൽ കട്ടിലുകളിൽ രാജാക്കന്മാരെ പോലെ കിടന്നുകൊണ്ട് ജിഹാദിന് പോകുന്ന എന്റെ ഉമ്മത്തികളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഉമ്മു ഹറാമേ, അത് കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുലൂഖൻ അലൽ അസിറ, കട്ടിലുകളിൽ രാജാക്കന്മാരെ പോലെ കടന്നുകൊണ്ട് പോവാൻ. അത് പറഞ്ഞപ്പോ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹക്കൊരു മോഹം, നബിയെ ആ സംഘത്തിൽ എനിക്കും പോവണമല്ലോ നബിയെ, എനിക്കും ഒരാഗ്രഹമുണ്ട്, ആ സംഘത്തിൽ ഞാനും ഉണ്ടാവണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, ആ വിഭാഗത്തിൽ പെട്ടുപോവാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? നബി തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉമ്മു ഹറാമേ, നിങ്ങൾ ആ യാത്രാ സംഘത്തിലുണ്ട്. മരുഭൂമിയും കടന്ന് കടലിലേക്ക്, ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ, ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ, ബഹ്റ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് താരിഖ് റളിയല്ലാഹു അൻഹു കുതിര ഓടിച്ചു കയറ്റിയത്. ശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് പോയ താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കുതിരയോട്ടത്തിന്റെ പേരിൽ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കടക്കാൻ പോകുന്ന ഒരു കടലിടുക്കുണ്ട്, സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ എന്നതിന് അറബിയിൽ പറയുന്ന പേര് ജബൽ താരിഖ് എന്നാണ്. ജബൽ താരിഖ് എന്നാൽ താരിഖ് ബിൻ സിയാദ് എന്ന സ്വഹാബിയുടെ പേരിലുള്ള പർവ്വതം എന്നാണ്.
താരിഖ് ബിൻ സിയാദ് എന്ന അവർ മഹാനായ സ്വഹാബിയുടെ പേരിൽ ജബൽ താരിഖ്, താരിഖ് പർവ്വതം, അതാണ് ജിബ്രാൾട്ടറായി മാറിയത്. ഇന്ന് മാപ്പ് എടുത്ത് നോക്കിയാൽ the Strait of Gibraltar, the Strait of Hormuz, the Strait of Bab al-Mandeb, യമനിന്റെ ഭാഗത്തൊരു സ്ട്രൈറ്റ് ഉണ്ട്, കടലെടുക്ക്, ബാബുൽ മന്ദിബ്. UAE-യിലേക്ക് കടക്കാൻ ഇറാനിലൂടെ കടന്നു വരുമ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അറേബ്യൻ കടലിലേക്ക് കടന്ന് പേർഷ്യൻ കടലിലേക്ക് കടക്കുന്നിടത്ത് ചെറിയൊരു കടലിടുക്കുണ്ട്, ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ട്രൈറ്റ് കടലിലേക്ക് കിടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്ക് പോകുമ്പോഴാണ് മൊറോക്കോയുടെ ഭാഗത്ത് സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ജബൽ താരിഖ് ആണ് ജിബ്രാൾട്ടർ ആയത്. ഇംഗ്ലീഷുകാരൻ ജബൽ താരിഖ് എന്ന് പറഞ്ഞപ്പോ ജിബ്രാൾട്ടറായി മാറിയതാണ്. മഹാനായ താരിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യാത്ര നബി തങ്ങൾ പറയുകയാണ്, ഉമ്മു ഹറാമേ നാസും മിൻ ഉമ്മതി ഉരിദു അലയ്യ ഗുസാതൻ ഫീ സബീലില്ലാഹി യർകബൂനൽ ബഹറ. സമുദ്രം കയറി പോകാൻ പോകുന്നുണ്ട് എന്റെ ഉമ്മത്തികൾ, ഇസ്ലാം പ്രചരിക്കാൻ പോവുകയാണ്. എന്ത് മരുഭൂമി, ദശ്ത് ചോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ. പുഴകളോ മരുഭൂമിയോ എല്ലാം കടന്നുവല്ലോ. ബഹ്റ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹക്ക് മോഹം, നബിയെ രാജാക്കന്മാരെ പോലെ കപ്പലിൽ കടന്നു പോകുന്ന യോദ്ധാക്കളോ, എനിക്കാ സംഘത്തിലാവണം. അൻതി മിൻഹും, നിങ്ങൾ അവരിലുണ്ട്. ഉമ്മു ഹറാം എന്ന് നബിയുടെ അമ്മായിയോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും കടന്നു. ഉമ്മു ഹറാം ബീവിയുടെ വീട്ടിൽ വീണ്ടും ചെറുതായൊന്ന് മയങ്ങി, ചെറിയൊരു ഉറക്കം. പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ചിരിച്ചപ്പോ, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, എന്തിനാ നബി അങ്ങ് ചിരിക്കുന്നത്, എന്താണ് അങ്ങ് ചിരിക്കാൻ കാരണമെന്ന് ചോദിച്ചു. ആ സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഉമ്മു ഹറാമേ, അള്ളാഹു എനിക്ക് വീണ്ടും കാണിച്ചു തന്നു രണ്ടാമതൊരു സംഘം കൂടെ കട്ടിലുകളിൽ രാജാക്കന്മാരെ പോലെ കടന്ന്, കപ്പലിന്റെ കട്ടിലുകളിൽ കടന്ന് രാജാക്കന്മാരെ പോലെ ജിഹാദിന് വേണ്ടി പോകുന്ന എന്റെ അനുയായികളെ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നിരിക്കുന്നു. ഉമ്മു ഹറാമേ എന്ന് പറഞ്ഞപ്പോ മഹദി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ നബിയുടെ അമ്മായി പറഞ്ഞു, നബിയേ ഉദ്ഉല്ലാഹ അയജഅലനീ മിൻഹും. യുദ്ധത്തിന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴാ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ നബിയെ എനിക്കതിൽ പോവണം നബിയെ എന്ന് ചോദിക്കുന്നത്. ടൂറ് പോവല്ല എന്ന് ആലോചിക്കണം. ഉംറക്ക് പോവുക, ഹജ്ജിന് പോകുക നല്ലത്, യുദ്ധത്തിന് പോവാൻ. നബിയെ എനിക്ക് അക്കൂട്ടത്തിൽ പോവണം, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ? ഉദ്ഉല്ലാഹ അയജഅലനീ മിൻഹും, എനിക്ക് അവരുടെ കൂടെ പോവണം. അപ്പോഴാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, അൻതി മിനൽ അവ്വലീൻ, നിങ്ങൾ ആദ്യം പോകുന്ന സംഘത്തിലാണ് ഉമ്മു ഹറാമേ, രണ്ടാമത് പോകുന്ന സംഘത്തിൽ നിങ്ങളില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആലിമുൽ ഗൈബ് ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. വർഷങ്ങൾ എത്ര കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി ആ കാലത്തൊരിക്കലും സ്വഹാബികൾ കപ്പൽ കയറിപ്പോയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2 വർഷത്തെ ഭരണം കഴിഞ്ഞു, ആരും പോയില്ല, കപ്പൽ കയറിപ്പോയിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ആ കാലത്തും ഉമ്മു ഹറാം ബീവിക്ക് പോവാൻ പറ്റിയിട്ടില്ല. 10 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 12 വർഷം. അപ്പോഴും ഉമ്മു ഹറാം ബീവിയോട് നബി തങ്ങൾ പറഞ്ഞ ഈ വിഷയം നടന്നിട്ടില്ല. പിന്നെ വന്നു അലി റളിയല്ലാഹു തആല അൻഹു, 6 വർഷം. അതിനിടക്കും ഇപ്പറഞ്ഞ സംഭവം നടന്നില്ല. പിന്നെ നടന്നത് തൊട്ടടുത്ത് വന്ന ഭരണാധികാരി മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമ്മു ഹറാം ബീവി കപ്പൽ കയറി ജിഹാദിന് പോകുന്ന സംഘത്തോടൊപ്പം യാത്ര പോയിട്ടുണ്ട്. മിനിമം 35 വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഉമ്മു ഹറാം ബീവിക്ക് യാത്രയുണ്ട്, കപ്പലിൽ യാത്രയുണ്ട് എന്ന് പറഞ്ഞത്. ആ യാത്ര കഴിഞ്ഞ് മഹദി തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങി മഹദി റളിയല്ലാഹു തആല അൻഹ അവരുടെ വാഹനപ്പുറത്തേക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങി കയറുമ്പോ വാഹനത്തിന്റെ ആ മൃഗത്തിന്റെ കാലിടറുകയും താഴെ വീഴുകയും അങ്ങനെ കഴുത്തിടിച്ചുകൊണ്ട് മഹദി റളിയല്ലാഹു അൻഹ ആദ്യത്തെ വരവിൽ തന്നെ വഫാത്താവുകയാണ്. നബിയോട് ചോദിച്ചിരുന്നുവല്ല നബിയെ, രണ്ടാമത് പോകുന്ന സംഘത്തിൽ എനിക്ക് പോവാൻ ആഗ്രഹമുണ്ട് നബിയെ. അൻതി മിനൽ അവ്വലീൻ, ആദ്യം പോകുന്ന സംഘത്തിലാണ് നിങ്ങളുള്ളത്, രണ്ടാമത്തേതിലില്ല. എവിടുന്നാണ് മുത്തുനബി തങ്ങൾ സ്വന്തമായി പറിച്ചുണ്ടാക്കുകയാണ് ഇസ്ലാമെങ്കിൽ, നബി തങ്ങൾ സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയതാണ് ദീനെങ്കിൽ എവിടെന്നാ നബി തങ്ങൾക്ക് ഇത് പറയാൻ കഴിയാ? ഇല്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു ഇഷ്ടപ്പെട്ട നബിമാർക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഗൈബുകൾ. അതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. എന്നല്ലാതെ അല്ലാഹുവിന്റെ അധികാരത്തിൽ ഹബീബ് കൈകടത്തി എന്ന് ഒരാളും പറയാൻ പാടുള്ളതല്ല. അല്ലാഹു തആല ഹബീബിനെ അറിയിച്ചു കൊടുക്കുകയാണ് വഹി, അത് നബി തങ്ങൾ അറിയുകയാണ്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം തൊട്ടരികത്തുള്ള കാട്ടിലെ പൊട്ടക്കിണറ്റിൽ വീണുകിടക്കുമ്പോ യാഖൂബ് നബി അലൈഹിസ്സലാമിന് അറിയാൻ പറ്റിയിട്ടില്ല പ്രിയപ്പെട്ട യൂസുഫ് എന്ന മോൻ പൊട്ടക്കിണറ്റിലുണ്ട് എന്ന്. സന്തോഷ വാർത്തയുമായി വരുന്നുണ്ട്. ഈജിപ്തിൽ നിന്നും ഒരാൾ യൂസുഫ് നബിയുടെ കുപ്പായവുമായി ഖമീസുമായി വരുന്നു. ആ കുപ്പായം ഉപ്പയുടെ മുഖത്തിട്ട് കൊടുത്താൽ കാഴ്ചശക്തി കിട്ടുമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ ആ കുപ്പായവുമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും കൻആനിൽ കിടക്കുന്ന യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, innī ലഅജിദു റീഹ യൂസുഫ്, യൂസുഫ് നബിയുടെ സുഗന്ധം ഞാൻ അറിയുന്നുണ്ട്. യൂസുഫ് നബിയുടെ സുഗന്ധം എനിക്ക് വരുന്നു. എവിടുന്ന്? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോ. തൊട്ടരികത്ത് കൻആനിലെ തോട്ടത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ യാക്കൂബ് നബി അറിഞ്ഞിട്ടില്ല. ആളുകൾ ചോദിച്ചു, എന്താണ് കഥ യാക്കൂബ് നബിയെ? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ അറിഞ്ഞു, നിങ്ങളുടെ കൺമുമ്പിൽ കടന്നപ്പോ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്താണിത് കഥയെന്ന് ചോദിച്ചപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം കൊടുത്തൊരു മറുപടി ഇഖ്ബാലിന്റെ കവിതകളിൽ കാണാൻ കഴിയും. ഗഹേ ബർതാർ പേ അലാ നശീനം ഗഹേ ബർ പുഷ്ത് പായേ ഖുദ് നബീനം. ഇൻഷാ അല്ലാഹ് അതിന്റെ ആശയം പറയാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു സ്വലാത്ത് കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ وعلى آل سيدنا محمد وبارك وسلم عليه. കൈകാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഫ്രഷായിട്ട് ഒന്നും കൂടെ സൗണ്ട് ഒന്ന് ശരിയാക്കണം ദയവ് ചെയ്ത് പ്ലീസ്. നന്നായിട്ട് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾക്ക് മുമ്പേ വന്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഗഹേ ബർതാർ പേ അലാ നശീനം ഗഹേ ബർ പുഷ്ത് പായേ ഖുദ് നബീനം. ഞങ്ങൾ അമ്പിയാക്കന്മാർ ചില സമയത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെയാണ്. പർവ്വതത്തിന്റെ മുകളിൽ താഴെ നടക്കുന്നത് മുഴുവനും ഞങ്ങൾ കാണും. ചില സമയത്ത് അങ്ങനെയാണ്. ഗഹേ ബർ പുഷ്ത് പായേ ഖുദ് നബീനം. ചിലപ്പോൾ ഞങ്ങളുടെ കാലിന്റെ താഴെ കിടക്കുന്നത് പോലും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വെച്ചും ശരിയായി വരുന്നുണ്ട്. ഗഹേ ബർ പുഷ്ത് പായേ ഖുദ് നബീനം. ചിലപ്പോൾ ഞങ്ങളുടെ കാലിനടിയിൽ കിടക്കുന്നത് കാണാൻ കഴിയാറില്ല.
ചില സമയത്ത് ഞങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന പോലെ ഞങ്ങൾ അംബിയാഇന്റെ ചില അവസ്ഥകളുണ്ട്. ചിലപ്പോ അല്ലാഹു എല്ലാം കാണിച്ചു തരും, ചിലപ്പോ അല്ലാഹു മറച്ചു വെക്കും. അങ്ങനെയാണ് മരുഭൂമിയിലൂടെ നടക്കുന്ന സാറാ എന്ന പെണ്ണിന്റെ മുടിക്കെട്ടിനുള്ളിൽ കിടക്കുന്നത്. ഹാഹ് എന്ന തോട്ടത്തിലെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന് വിവരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞു വരുത്തിയപ്പോ അതിന്റെ നിജസ്ഥിതി അറിയാൻ അള്ളാഹുവിന്റെ ഹബീബിന് വഹി വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാൻ സാധിച്ചില്ല. അള്ളാഹു നൽകുകയാണ്. അള്ളാഹു നൽകുമ്പോൾ നബി തങ്ങൾക്ക് അറിയാൻ പറ്റും. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതളാ. ശരിയായി വരുന്നുണ്ട്. ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തനബി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നൂറുകണക്കിന് മുഅ്ജിസത്തുകൾ, നൂറുകണക്കിന് സംഭവങ്ങൾ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. അതുകൊണ്ടാണ് ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ, ഒരുപാടുണ്ട് മുഅ്ജിസത്തുകൾ എന്ന് പറയാൻ കാരണം. പ്രദീപ് ഷറായി വന്നിട്ടുണ്ട്. എന്നാ തന്നെ കൂട്ടാൻ പറ്റും, കൂട്ടിക്കൊള്ളി കുറക്കില്ലേ ഇൻഷാ അല്ലാഹ്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ, ഒരുപാടാണ് ഹബീബിന്റെ മുഅ്ജിസത്തുകൾ. ഷഹിദത്ത് ബിസ്വഹ്ഹതിഹാ വഖൂലുൽ ഹുസ്സദീബ്. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ അല്ലാഹു. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് നബി തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ നൂറുകണക്കിന് മുഅ്ജിസത്തുകളെ നമുക്ക് മൂടി വെക്കേണ്ടി വരും. അങ്ങനെയല്ലല്ലോ നബി തങ്ങൾ. എന്ത് സാധാരണത്വം! മഹാനായ അല്ലാമ ബൂസ്വരി തങ്ങൾ വ്യക്തമായി പറഞ്ഞുവല്ലോ. ഹബീബായ നബിയെ സംബന്ധിച്ച് എത്രയാ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത്. എങ്ങനെയാ പറയാ? فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. فمبلغ العلم فيه أنه بشر. ഞങ്ങളുടെ വിവരം വെച്ച് നോക്കിയാൽ പരമാവധി മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് അന്നഹു ബശറു, നിബിതങ്ങൾ മനുഷ്യർ തന്നെയാണ്, എന്നാൽ സാധാരണക്കാരനല്ല. നിബിതങ്ങൾ മനുഷ്യരാണ്, പക്ഷേ നിബിതങ്ങൾ മലക്കല്ല, ജിന്നല്ല. വഅന്നഹു, നിബിതങ്ങൾ സാധാരണക്കാരൻ എന്നല്ല പറയേണ്ടത്. പിന്നെയോ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവർ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബുസ്രി ഇമാമിന്റെ കൂടെ നമുക്കും ഒന്ന് പാടണം. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ചൊല്ലിക്കോളൂ. മൗലായ صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ, ഇബ്നു മസ്ഊദ് എന്നവർ സാക്ഷിയാണ്. ഇൻഷിഖാഖുൽ ഖമർ, പരിശുദ്ധമായ റബീഇന്റെ ചന്ദ്രൻ നമ്മുടെ തലമുകളിൽ ഉദിച്ചു നിൽക്കുന്നില്ലേ? ഒരു ദിവസം മക്കക്കാരാണ് നബിയോട് ചോദിച്ചത്, മുഹമ്മദ് നബിയെ, നിങ്ങൾ നബിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ഇക്കാണുന്ന ചന്ദ്രനെ രണ്ട് പിളർപ്പായി, രണ്ട് പാതിയാക്കി മുറിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. രണ്ട് പാതിയാക്കി മുറിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇതൊക്കെയാ അവർ ചോദിക്കുന്നല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ സൃഷ്ടിയായ ചന്ദ്രനെ രണ്ട് ഭാഗമാക്കി കൊടുത്താൽ ഇവരിൽ നിന്നിൽ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅ
وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر كذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءكم من الأنباء ما فيه مزدجر. വിശുദ്ധമായ ചന്ദ്രൻ പിളർന്നത് അന്ധവിശ്വാസമല്ല, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത വിഷയം. അത് മാത്രമല്ല, മോഡേൺ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയല്ലോ. അത്ഭുതല്ലേ? ചന്ദ്രൻ പിളരുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടേണ്ട താമസം. പൂർണ്ണചന്ദ്രനായിരുന്ന ചന്ദ്രൻ മക്കയിലുള്ള നിവാസികൾക്ക് മുഴുവനും കാണാൻ കഴിഞ്ഞു. രണ്ട് പാതിയായി മാറി നിൽക്കുന്നത് നോക്കുമ്പോൾ തോന്നും അത് ഒന്ന് സുവൈദ പർവ്വതത്തിന്റെ മുകളിലാണോ എന്ന്, മറ്റേത് അബീ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലെന്ന് തോന്നുമാർ ചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരില്ലല്ലോ. നോക്കുന്ന കാഴ്ചക്കാരന് ഒന്ന് സുവൈദ കുന്നിന്റെ മുകളിലും മറ്റൊന്ന് അബീ ഖുബൈസ് മലയുടെ മുകളിലും. അങ്ങനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് പറഞ്ഞ് സാധ്യമായല്ലോ. അപ്പൊ ഖുറൈശികൾ പറഞ്ഞൊരു കാര്യം, എന്നാലേ ഈ മുഹമ്മദിന് നമ്മൾ മക്കക്കാർ തമ്മിലൊരു മാജിക് നമ്മുടെ മുമ്പിൽ ചെയ്തതായിരിക്കും. മക്കയുടെ പുറത്തുള്ള ആരെങ്കിലും വന്ന് ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങളെ മുഴുവൻ മാസ്മരികതയിൽ കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോ വിശ്വസിക്കേണ്ട, മക്കയുടെ പുറത്തുള്ള ആളുകൾ വരട്ടെ, അവര് കൂടെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു. ഓരോരുത്തർ വരികയായി. നിങ്ങളാ കണ്ടോ ചന്ദ്രൻ പിളർന്നത്? ഓ, ഞങ്ങൾ കണ്ടല്ലോ, ഇന്ന മാസം ഇന്ന ദിവസമല്ലേ നടന്നത്, നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ കണ്ടോ? ആ, ഞങ്ങൾ കണ്ടു. നിങ്ങളോ? ഞങ്ങളും കണ്ടു. വരുന്നവർ മുഴുവൻ കണ്ടു. അപ്പോഴാണ് അവർ പറഞ്ഞത്, എന്നാലേ മനുഷ്യന്മാരെ മുഴുവൻ മയക്കാൻ മാത്രമുള്ള ഒരു മാസ്മരിക കഴിവ്, ഒരു മാജിക് ഈ മുഹമ്മദ് നബിയുടെ കയ്യിലുണ്ട്, നമ്മൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു മക്കക്കാർ. അപ്പോഴാ ആയത്തിറങ്ങുന്നത് വിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകാവസാനം വെളിപ്പാടകല വന്നെത്തി നിൽക്കുകയാണ്. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. വഇയറൗ ആയതൻ യുഅ്രിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താലും ആളുകൾ പറയും ഇതൊക്കെ മാരണമാണ്, ജാലവിദ്യയാണ്, മാസ്മരികതയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയും പിന്തിരിയുകയും ചെയ്യുകയാണല്ലോ. ഖദബൂ, എന്റെ നബി പറഞ്ഞത് നുണയാണെന്നവർ പറയുന്നു. വത്തബഉ അഹ്വാഅഹും, ചന്ദ്രൻ പിളർന്നു. അത്ഭുതം എന്താണെന്നറിയോ? ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ പണ്ഡിതനുണ്ട്, വലിയ ഒരു റിവേർട്ട് മുസ്ലിം ഉണ്ട്, ഡേവിഡ് മൂസ പിറ്റ്കോക്ക്. അദ്ദേഹം മുസ്ലിമായത് ചന്ദ്രന്റെ ചുറ്റും പിളർപ്പിന്റെ അടയാളമുണ്ടെന്ന സയന്റിസ്റ്റുകളുടെ കണ്ടെത്തലാ കാരണം. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്, UK കാരനാണ്, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടീഷുകാരനാണ് ഡേവിഡ് മൂസ പിറ്റ്കോക്ക്. അദ്ദേഹം തന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ കഥയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ മുമ്പ് പല തഫ്സീർ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. വിശദമായ അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ സംക്ഷിപ്തം വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം എന്ന് മാത്രം. അദ്ദേഹം ഒരു ലൈവ് സയന്റിസ്റ്റുകളുടെ ലൈവ് ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു UK-യിൽ. അന്ന് അദ്ദേഹം ഡേവിഡാണ്, മൂസയായിട്ടില്ല, ഡേവിഡാണ്. അങ്ങനെ അദ്ദേഹം കാണുമ്പോഴാണ് അമേരിക്കൻ സയന്റിസ്റ്റുകൾ ചന്ദ്രനിൽ പോയി കല്ല് കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ, കുറെ പാറക്കല്ല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ബ്രിട്ടീഷുകാരായ സയന്റിസ്റ്റുകൾ കളിയാക്കിയത്, ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിങ്ങൾ ചന്ദ്രനിൽ പോയത് ഈ കല്ല് കൊണ്ടുവരാനാണോ? ഇതിനാണോ നിങ്ങൾ പോയത്? ബില്യൺ കണക്കിന് ഡോളറാ ചെലവ്, കല്ല് കൊണ്ടുവരാൻ 4 കല്ലാണോ നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു.
അങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചപ്പോൾ ലൈവ് ഇദ്ദേഹം കാണാണ്. ഒരു ലൈവ് ഷോ നടക്കാൻ, TV ഷോ നടക്കുമ്പോ അദ്ദേഹം കാണുകയാണ്. അതിൽ അമേരിക്കക്കാരായ സയന്റിസ്റ്റുകൾ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ല, ഞങ്ങൾ പോയ ദൗത്യത്തിന് മറ്റൊരു ആ പോക്കിനൊരു വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങൾ അതിന്റെ അഗ്രഭാഗം ഇങ്ങനെ നിൽക്കേണ്ടതിന് പകരം മാറിയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കേണ്ടത് ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് മാറിയിട്ടാണ്. ഒരു സാധനം കട്ട് ചെയ്തിട്ട് നേരെ വെക്കേണ്ടതിന് പകരം ചിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ചന്ദ്രന്റെ ചുറ്റും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ ഒരു പിളർപ്പ് നടന്നിട്ടുണ്ട് എന്നതിന്റെ സൂചന. ആ പിളർപ്പിന് ശേഷം ശരിയായി കൂടിച്ചേർന്നിട്ടില്ല. ഇങ്ങനെ നിൽക്കേണ്ട പർവ്വതങ്ങൾ ഇങ്ങനെയാ നിൽക്കുന്നത്. അതെന്തുകൊണ്ട് നടക്കുന്നു എന്ന് പഠിക്കാനാ ഞങ്ങൾ സത്യത്തിൽ ചന്ദ്രനിലേക്ക് പോയത് എന്ന് സയന്റിസ്റ്റുകൾ സമ്മതിച്ചപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി ബ്രിട്ടീഷുകാരനായ ഡേവിഡ് മൂസ മുസ്ലിമാവുന്ന അപ്പോഴാണ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാ. ഒന്ന് യൂട്യൂബിലും ടൈപ്പ് ചെയ്ത് നോക്കുക, ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എംബ്രേസിംഗ് ഇസ്ലാം. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ലൈവായിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഖുർആനിൽ ചന്ദ്രൻ പിളർന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, മുത്തുനബിയുടെ കാലത്ത് നടന്ന സംഭവം. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, ചന്ദ്രൻ പിളർന്നത് ശരിയാണല്ലോ. ആ പിളർപ്പിന്റെ അടയാളം ചന്ദ്രന് ചുറ്റും ഇന്ന് കാണപ്പെടുകയാണ്. എന്തോ ഒരു മഹാത്ഭുതം. ആർക്ക് വേണ്ടി? ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ്. അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഅ്ജിസത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വൽ ബദ്റു ശുഖ ബി അംരിഹി വശംസു ഇദ് غربت له ردت بغير تردد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي البدر شق بأمره. പരിശുദ്ധമായ റബീഇന്റെ സമയത്ത് നമ്മൾ ഓതുന്ന മൗലിദ് കിതാബിലെ ബൈത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. അൽ ബദറു ശുഖ ബി അംരിഹി, മുത്തുനബിയുടെ കൽപ്പനയ്ക്ക് വിധേയമായി പരിശുദ്ധമായ ഹബീബിന്റെ വിരൽ ചൂണ്ടിയപ്പോ ചന്ദ്രൻ രണ്ട് പിളർപ്പായിട്ടുണ്ടല്ലോ. അൽ ബദറു ശുഖ ഇൻഷിഖാഖ് ഇഖ്തറബത്തിസ് സാഅ വൻശഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നു. വിശുദ്ധ ഖുർആൻ പറയാണ്. അത് കണ്ടിട്ട് പോയ മലയാളിയായ സ്വഹാബി ഉണ്ടല്ലോ, നമുക്കൊക്കെ പരിചയമുള്ള ഒരു സ്വഹാബി ഇല്ലേ? മലയാളം സംസാരിച്ചിരുന്ന ഒരു സ്വഹാബി ഉണ്ടല്ലോ, നമുക്ക് മറക്കാൻ പറ്റുമോ? ചക്രവർത്തി പെരുമാൾ എന്നറിയപ്പെടുന്ന താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ കൊച്ചിയിൽ നിന്ന് ഹബീബിനെ കാണാൻ ചൊല്ലുകയും മദീനയിൽ ചെന്ന് നബിയെ കണ്ട് വിശ്വസിക്കുകയും ചെയ്ത ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ ഇന്നത്തെ ഒമാനിലെ സലാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. 6 or 7 തവണ പോയിട്ടുണ്ട്. ചക്രവർത്തി പെരുമാൾ അവിടെയാണ്. മുത്തുനബിയുടെ തങ്ങളുടെ മുമ്പിൽ ചക്രവർത്തി പെരുമാൾ വന്നത്. ആ കഥ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു വിശദമായ ഒരു ഹദീസിൽ വിവരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു യാത്രാ സംഘം വരുന്നു. ഞങ്ങൾ പറഞ്ഞു, നബിയേ, ഇതൊരു പുതിയ യാത്രാ സംഘമാണല്ലോ, അവർ അറബികളല്ല നബിയേ. അറബികളെ കണ്ടാൽ ഞങ്ങൾക്കറിയും ഇവർ അറബികളല്ല. ആരാണത്? ഞങ്ങൾ നോക്കി നബിയെ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. യമനുകാരെ ഞങ്ങൾക്കറിയാം, ഇത് യമനുകാരുടെ കോലമല്ല. യൂറോപ്പുകാരെ ഞങ്ങൾക്കറിയാം, റോമക്കാർ, അവരുമല്ല നബിയെ. ഇത് എത്യോപ്യക്കാരുമല്ല നബിയെ. ആരാണാ വരുന്നത്? പ്രത്യേകമായ ചില വേഷങ്ങളാണല്ലോ നബിയെ. ഇന്ത്യക്കാരന്റെ പൗരാണിക വേഷം ധരിച്ചു വരുന്ന യാത്രാ സംഘമാണത്. മുത്തുനബി തങ്ങൾ പുറത്തിറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇന്നഹും മിനൽ ഹിന്ദ്, അവർ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ കൂടെ അവരുടെ രാജാവുണ്ട്. തങ്ങൾ പറഞ്ഞു, ദൂരന്നേ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയിൽ നിന്ന് വരികയാണത്.
അങ്ങനെ ഒരു വരവ് ചക്രവർത്തി പെരുമാൾ വരുമെന്ന് ആർഷഭാരതത്തിൽ നിബിധങ്ങൾ ജനിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷി മുത്തുനിബിധങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു രാജാവ് ഇന്ത്യക്കാരൻ വന്ന് മുസ്ലിമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭവിഷ്യൽ പുരാണത്തിൽ. യദസ്മിനന്തരേ മ്ലേച്ഛ ആചാരേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം എന്ന ഖണ്ഡകാവ്യത്തിൽ പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷി ഭവിഷ്യൽ പുരാണത്തിൽ അന്ന് പ്രവാചകന്റെ സവിധത്തിൽ ചെന്ന് ഒരു ഭാരതീയൻ ഇസ്ലാം ആശ്ലേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെന്നാണോ പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷിക്ക് ഇതൊക്കെ ലഭിച്ചത് അല്ലാഹു അലം. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെയോ ഔലിയാഇന്റെയോ പ്രവാചകന്മാരുടെ അനുയായികളുടെയോ ഏതെങ്കിലും ഒരു എഴുത്തോ അവരുടെ കിതാബോ കണ്ടിരിക്കണമെന്നാണ്. അല്ലെങ്കിൽ എവിടെന്ന് പറയാൻ. അബൂ സഈദ് ഖുദരി തങ്ങൾ പറഞ്ഞു, ആ രാജാവും അനുയായികളും ഒരു സംഘം ഇന്ത്യക്കാർ കൂടെയുണ്ട്. അവര് നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അവര് പൂണൂൽ ധരിച്ചവരായിരുന്നു. നമ്മുടെ ഹദീസിൽ കാണാം, പൂണൂൽ ധരിച്ചവരായിരുന്നവര്. അവര് വന്നു, കഥ പറഞ്ഞു. തിരുനബിയെ, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ നിന്ന് വരികയാണ്. ഇന്ത്യയിൽ നിൽക്കുമ്പോ ചന്ദ്രൻ പിളർന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ കൊട്ടാരവാസികളോട് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ വല്ല പേക്കിനാവും കണ്ടതാവാം, ദിവാസ്വപ്നം കണ്ടതാവാം, ചന്ദ്രൻ പിളരുകയോ. ഇവരൊക്കെ എന്നെ കളിയാക്കി. ആ ഇടക്കാണ് അറബികളായ കച്ചവടക്കാരന്റെ നാട്ടിലേക്ക് വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് പറഞ്ഞു, ഞങ്ങൾ കണ്ടു. അവരാ പറഞ്ഞത്, നബിയെ നിങ്ങളെ കുറിച്ച്, അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ വിശ്വസിക്കണം, എനിക്ക് മുസ്ലിമാവണം എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി മുസ്ലിമായ സ്വഹാബിയാൻ മലയാളിയായ ചക്രവർത്തി പെരുമാൾ. അവര് ചോദിച്ചു നബിയോട്, നബിയെ ഞാൻ ഭാരതത്തിലേക്ക് പോവട്ടെയോ? അവർ ബഹുദൈവ ആരാധന ചെയ്യുന്നവരാണ്, ദേവീ ദേവന്മാരെ പൂജിക്കുന്നവരാണ്, ഏകനായ അല്ലാഹുവാണ് സത്താവെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഭാരതത്തിലേക്ക് ദഅവത്ത് ചെയ്യാൻ പോവട്ടെയോ? ആ യാത്രയിലാണ് ഒമാനിലൂടെ തിരിച്ചു വരണം. ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ സലാലയിൽ നിന്ന് കപ്പൽ കയറിയാൽ കോഴിക്കോട്ടെ പയ്യോളിയിലാണ് കപ്പൽ ഇറങ്ങുന്നത്. സലാലയിൽ നിന്ന് പയ്യോളിയിലേക്കാണ് അന്നത്തെ റൂട്ട്. കപ്പൽ കയറാൻ വേണ്ടി വന്നതാ. ആ ഇടക്കാണ് രോഗം ബാധിച്ച് മഹാനായ താജുദ്ദീൻ എന്ന് പേര് മാറ്റിയ ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു ഇന്നത്തെ ഒമാനിലെ സലാലയിൽ അന്തവിഷമം കൊള്ളുന്നത്. കടലിന്റെ ആ ഭാഗത്ത് വളരെ വിശാലമായ സ്ഥലത്ത് തെങ്ങിൻ തോട്ടത്തിനുള്ളിൽ വാഴകളും കവുങ്ങുമുള്ള പ്രദേശത്ത് നല്ല കേരളീയ മണ്ണാണ് അവിടുത്തെ മണ്ണ്. കിടക്കുന്നത് ആരാ? കേരളീയനായ സഹാബി താജുദ്ദീൻ റളിയല്ലാഹു തആല. എവിടുന്നാ അത് കണ്ടതെന്നറിയോ? അൽ ബദറു ശഖ ബി അംരിഹി വശംസു ഇദ് غربت فلم غربت له ردت بغير تردد. അല്ലാഹുവിന്റെ ഹബീബ് ഖൈബർ യുദ്ധം നടക്കുമ്പോഴാണ്, സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോ, അല്ലാഹുമ്മ അംലഅ ബുതൂനഹും നാറാ, അല്ലാഹുവേ ഈ അവിശ്വാസികളുടെ വീടിന്റെ ഉള്ളകം നീ തീ നിറച്ചു കൊടുക്കണമേ, അവരെന്റെ നിസ്കാരം ഫസാദാക്കിയിരിക്കുന്നു. അല്ലാഹ് നിബിധങ്ങൾ ഒരിക്കലും ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യാറില്ല. പക്ഷേ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു ദൗത്യത്തിന് തടസ്സം വന്നപ്പോ, നിസ്കാരം പോലും തടസ്സമായി വന്നപ്പോ ഖൈബറിലെ ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് സൂര്യനോട് അസ്തമിക്കല്ലേ എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞത്. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അസ്തമിക്കുന്നത് അസ്ർ നിസ്കാരം ഖളാ ആയി പോകും. അസ്തമിക്കാതെ നബിക്ക് വേണ്ടി സൂര്യൻ കാത്തു നിന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ വിവരണമാണ് നമ്മൾ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. അൽ ബദറു ശഖ ബി അംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ അള്ളാഹു മാറ്റം വരുത്തിയല്ലോ.
ചന്ദ്രനെ പിളർത്തുകയും സൂര്യന്റെ ഭ്രമണം പോലും പിടിച്ചു വെക്കുകയും ചെയ്യുമാർ ലോകത്തിന്റെ ഗുരുവാണ്, അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ മദീനയിൽ വരൾച്ച വന്ന ഒരു കാലം, മഴയില്ല, തീരെ മഴയില്ല. മദീനക്കാർക്ക് ക്ഷാമം വന്നു, കടുത്ത ക്ഷാമം. ആ സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മിമ്പറിൽ ജുമുഅ നേരത്ത് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, ഹലകത്തിൽ അംവാൽ വൻഖതഅത്തിസ് സുബുൽ ഫദ്ഉല്ലാഹ യുഗീസുനാ. നബിയേ, ഖുത്ബ കാത്തിരിക്കാൻ പോലും കാത്തിരിക്കാൻ നേരമില്ല നബിയേ. ഹലകത്തിൽ അംവാൽ, സമ്പത്തുകൾ നശിച്ചു പോയിരിക്കുന്നു നബിയേ. വൻഖതഅത്തിസ് സുബുൽ, ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല നബിയേ, മഴയില്ല. കന്നുകാലികൾക്ക് പോലും ജീവനോടെ നിൽക്കാൻ പറ്റുന്നില്ല നബിയെ. ഞങ്ങൾ മനുഷ്യർ ക്ഷീണത്തിലാണ്, ഞങ്ങൾ മദീനക്കാർ കൃഷിക്കാർ പ്രയാസത്തിലാണ് നബിയെ. ഇപ്പോക്ക് പോയാൽ ഞങ്ങൾ ദാഹം കൊണ്ട് മരിച്ചു പോകും നബിയെ, ഞങ്ങൾക്ക് മഴ വേണം. അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. പ്രവാചകന്മാർക്കേക്കല്ലയോ, നബിമാരിലേക്കല്ലയോ സാധാരണക്കാർക്ക് ഓടി വരാനുള്ളത്. നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹുവിനോട് മഴ തരാൻ വേണ്ടി പറയണം. വിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷമം കണ്ടപ്പോ ഹബീബായ തങ്ങൾ പെട്ടെന്ന് ദുആ ചെയ്യുകയാണ്. ഖുതുബയുടെ ബാക്കി പറയുന്നതിന്റെ മുമ്പേ, അല്ലാഹുമ്മസ്ഖിനാ അല്ലാഹുമ്മസ്ഖിനാ അല്ലാഹുമ്മസ്ഖിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധമായ വിരലുകൾ ആകാശത്തേക്ക് ഉയരുകയേ വേണ്ടു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലാ വല്ലാഹ് മാ നറാ ഫിസ് സമാഇ മിൻ സഹാബിൻ വലാ ഖുസ്അ. ഒരു മേഘമോ മേഘത്തിന്റെ പാളിയോ മദീനയുടെ അന്തരീക്ഷത്തിലില്ല. വഇന്നസ് സമാഅ ലമിസ്ലു സുജാജ, സ്ഫടികം പോലെ, കണ്ണാടി ചില്ല് പോലെ തെളിഞ്ഞിരിക്കുകയാണ് ആകാശലോകം. വമാ ബൈനനാ വബൈന സിലഇൻ മിൻ ദാർ, ഞങ്ങൾക്കും സിലഅൽ പ്രദേശത്തിനിടയിൽ വീടുകളില്ല. ഫവല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ വളഅ യദൈഹി, ഹബീബ് ആകാശത്തേക്ക് കൈയുയർത്തി 3 വാക്കുകളാ പറഞ്ഞത്, അല്ലാഹുമ്മസ്ഖിനാ അല്ലാഹുമ്മസ്ഖിനാ അല്ലാഹുമ്മസ്ഖിനാ. ആ വിരലുകൾ ഭൂമിയിലേക്ക് താഴ്ത്തുകയേ വേണ്ടൂ. ഹത്താ സാറസ് സഹാബ് അംസാലൽ ജിബാൽ, പർവ്വതങ്ങളെ പോലോത്ത മേഘപടലങ്ങൾ ഓടിക്കൂടുകയായി. അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അതിശക്തമായ മഴ കാരണം നിബിതങ്ങൾ പോലും നനഞ്ഞ് അവിടുത്തെ താടിരോമത്തിലൂടെ മഴത്തുള്ളി വന്നത് ഞങ്ങൾ കണ്ടു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആകാശം മഴ പെയ്തു, തുടർച്ചയായി 7 ദിവസം മഴ പെയ്തു. ഭൂമിക്ക് വെള്ളം നിറഞ്ഞു, എല്ലാ കന്നുകാലികൾക്കും സസ്യങ്ങൾക്കും വെള്ളം ലഭിച്ചു. അടുത്ത ജുമഅയായി നബി തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതേ ആളെന്നോ മറ്റൊരാളെന്നോ അറിയില്ല, ഹദീസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബി തങ്ങൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ നബിയോട് ഡയറക്റ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഹലകത്തിൽ അംവാൽ വൻഖതഅത്തിസ് സുബുൽ ഫദ്ഉല്ലാഹ യുംസികുഹാ അന്നാ. നബിയേ, മഴ കാരണം ഞങ്ങളുടെ കന്നുകാലികൾ ഒലിച്ചു പോവാറായി നബിയേ, മഴ കാരണം ഞങ്ങളുടെ വീടുകൾ നശിക്കാറായി നബിയേ, ഞങ്ങളുടെ സമ്പത്ത് നശിക്കാറായി നബിയേ, അല്ലാഹുവോട് മഴ പിടിച്ചു വെക്കാൻ പറയണം നബിയേ. ഒരാഴ്ച മുമ്പ് വന്നത് മഴ വേണമെന്ന് പറയാൻ, ഒരാഴ്ചക്ക് ശേഷം വന്ന് പറയുന്നത് മഴ മതി എന്ന് പറയാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് കൈയുയർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ വേണ്ട എന്ന് പറയുന്നത് അദബുകേടാണ്, അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു,
اللهم حوالينا ولا علينا اللهم على اللاكام والضراب وبطون الأودية ومنابت الشجر അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ മതി റബ്ബേ ഞങ്ങൾക്ക് മഴ മതി ഞങ്ങൾക്ക് ചുറ്റും കൊടുക്ക് ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ അല്ലാഹ് ഞങ്ങൾക്ക് ചുറ്റും മഴ കൊടുക്കണേ പർവ്വതങ്ങളിൽ മലയോരങ്ങളിൽ കൃഷിയിടങ്ങളിൽ തോട്ടങ്ങളിൽ കാടുകളിലേക്ക് ആ മഴയെ കൊണ്ടുപോകണേ എന്ന് വിശുദ്ധമായ ഹബീബിന്റെ വിരലുകൊണ്ട് ആകാശത്തൊരു വട്ടം വരച്ചതേയുള്ളൂ. മേഘം നീങ്ങുകയായി മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഹത്താ റഅയ്തുൽ മദീനത ഫീ മിഥിലിൽ ജൗബ ചുറ്റും വെള്ളം നിൽക്കുന്ന പോലെ മദീനയെ ഞാനൊരു ദ്വീപ് പോലെ കണ്ടിട്ടുണ്ട്. മദീനയിൽ മാത്രം വെള്ളമില്ല, മദീനയുടെ പരിസരത്ത് മുഴുവനും വെള്ളം. ആളുകൾ പറയാറുണ്ട്, വരുന്നവര് മുഴുവനും പറയും എന്തോ ഒരു വെള്ളമാണ്, എന്തോ ഒരു വെള്ളമാണ്, എന്തോ ഒരു വെള്ളമാണ്. വാദി ഖനാ മദീനയിലെ താഴ്വരയാണ്. വാദി ഖനാസിലൂടെ വെള്ളം ഒഴുകിയത് ഒരു മാസക്കാലമാണ്. ഒരു മാസക്കാലം വെള്ളമൊഴുകി ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് മഴ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും മദീനക്കാർക്ക് മഴയില്ല, ചുറ്റും മഴയാണ്. അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് മതിയെന്ന് ആരംഭ റസൂൽ പറയുകയേ വേണ്ടു. ആകാശത്തുനിന്ന് മേഘം നീങ്ങുകയായി. അതായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളെ ഹബീബിന് വേണ്ടി അള്ളാഹു നടത്തി കൊടുക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സരളമായ യാത്രയിൽ പോലും ഹബീബിന് വേണ്ടി ഡീറൂട്ട് ചെയ്തു കൊടുത്തു, നബിതങ്ങൾക്ക് വേണ്ടി മാറ്റം ചെയ്തു കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള എത്രയെത്ര സംഭവങ്ങൾ ഹബീബിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. വേറെയും ഒരു തരം മുഅ്ജിസത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. തസറുഫുഹു ഫിൽ ഹയവാൻ ജീവജാലങ്ങളോട് നബിതങ്ങൾ സംസാരിച്ചത്. ജീവജാലങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവജാലങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളല്ല. ഇത് സാധാരണ മനുഷ്യനല്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാ മുത്തുനബിതങ്ങൾ. അങ്ങനെയുണ്ടോ ഒരു സാധാരണക്കാരൻ? എല്ലാവരെക്കാളും ശ്രേഷ്ഠരായവർ അത് നബിതങ്ങളാണ്. അതുകൊണ്ട് നബിതങ്ങളെ പറ്റി സാധാരണത്വം ചാർത്തല്ല, ഹബീബായ തങ്ങൾക്ക് വേണ്ടിയല്ലയോ അല്ലാഹു ഇതൊക്കെ ചെയ്തത്. വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി യാ റബ്ബി സല്ലി. ഉറക്ക ചൊല്ലണ്ടേ? ഉറങ്ങിയോ? ഒന്നുകൂടെ ഉറക്ക ചൊല്ലണം. വൽ വഹ്ശു വൽ അശ്ജാറു വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി യാ റബ്ബി സല്ലി منجي الخلائق من جهنم في غدي والوحش നബിയേ അങ്ങേക്ക് വേണ്ടി അല്ലാഹുവിന്റെ വലിയ വലിയ കാടുകളിൽ കിടക്കുന്ന ഹിംസ്രജീവികൾ, വൽ വഹ്ശു വൽ അശ്ജാർ സസ്യലതാദികളുമെല്ലാം ഖസ്സജദത് ലഹു ഹബീബിന് വേണ്ടി സുജൂദ് ചെയ്തുവല്ലോ. ജീവികളും സസ്യങ്ങളും ഹബീബിന് സുജൂദ് ചെയ്തു. ജീവികൾ നബി ഞങ്ങൾക്ക് സുജൂദ് ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ. സ്വഹീഹായ ഹദീസല്ലയോ, നിഷേധിക്കാൻ പറ്റാത്ത സംഭവങ്ങളല്ലേ പരിശുദ്ധങ്ങളായ ഹദീസിൽ കിടക്കുന്നത്. അൻസ്വാരികളായ ആളുകൾക്ക് ഒരൊട്ടകമുണ്ടായിരുന്നു. അവരാ ഒട്ടകം ഉപയോഗിക്കുന്നവരാണ് കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ, അവരുടെ കൃഷിയിൽ അവരെ സഹായിക്കാൻ, യാത്ര ചെയ്യാൻ. ആ ഒട്ടകം പണിമുടക്കി ഞാൻ ഇനി ജോലി ചെയ്യൂല. ഒട്ടകത്തിനടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. ആളുകൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവർക്ക് വെള്ളം കിട്ടാതെയായി തുടങ്ങി. ദിവസങ്ങളോളം ഒട്ടകം പണിമുടക്കി. അവർ പാവപ്പെട്ട ഒരു കുടുംബമാണ്. വേറെ ഒരു ഒട്ടകം വാങ്ങിക്കൊണ്ടുവരാൻ കാശില്ല. ഈ ഒട്ടകം ഞാനിനി പണിയെടുക്കൂല.
ആ സമയത്താണ് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അൻസ്വാരികൾ പറഞ്ഞത്, നബിയേ യാ റസൂലല്ലാഹ് ഇന്നഹു കാന ലനാ ജമലുൻ നുൻസി അലൈഹി وإنه استصعب علينا ومنعنا ظهره وقد عطش الزرع والنخل നബിയേ ഞങ്ങളുടെ ഒട്ടകം ഞങ്ങളോട് പറഞ്ഞത് കേൾക്കാതെയായിട്ടുണ്ട്, ഞങ്ങളുടെ ഈ തപ്പനകൾ ഉണങ്ങാറായി നബിയേ, ഞങ്ങളുടെ കൃഷികൾ നശിക്കാറായി നബിയേ. ഇത് പറഞ്ഞപ്പോഴാണ് മുത്തുനബി എഴുന്നേൽക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കർഷകന്റെ വിഷയം അയാൾക്ക് വലുതാണല്ലോ, മുത്തുനബിക്ക് എന്തെല്ലാം വിഷയങ്ങൾ അവിടെ നോക്കാനുണ്ട്. എന്നിട്ടും ഹബീബ് എഴുന്നേറ്റു സഹാബികളോട് പറഞ്ഞു, ഖൂമു, നമുക്ക് പോകാം, അൻസാരിയുടെ ആ തോട്ടത്തിലേക്ക് പോകാം. അവർ നടന്നു ചെന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ കൂടെയുണ്ട്. അവരാ തോട്ടത്തിലേക്ക് കടന്നു. ആ തോട്ടത്തിന്റെ മൂലയിൽ ആ ഒട്ടകം നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ഒട്ടകത്തിന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവർ പറഞ്ഞു, നബിയേ യാ നബിയല്ലാഹ് ഇന്നഹു ഖദ് സാറ മിസ്ലൽ കൽബിൽ കലിബി. പേളകിയ നായെ പോലെ, അൽ കൽബുൽ കലിബ്, പേളകിയ നായെ പോലെയാണ് നബിയെ ആ ഒട്ടകം. അത് കടിക്കും, അങ്ങയെ ഉപദ്രവിക്കും, അരികത്തേക്ക് പോകരുത് നബിയേ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ അലയ്യ മിൻഹു ബഅസ്, ഇതിനൊന്നും കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ മിണ്ടാ പ്രാണിയായ ആ ഒട്ടകം നടന്നു വന്നില്ലേ, നബിയുടെ മുമ്പിലേക്ക് വന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. അത് മാത്രമല്ല, ഹത്താ ഖറ സാജിദൻ ബൈന യദൈഹി, ഹബീബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് വീണു എന്നത് ഞാൻ ഉണ്ടാക്കി പറയുകയല്ല, പരിശുദ്ധമായ ഹദീസിന്റെ വാക്കുകളാണത്. ആ ഒട്ടകം സുജൂദ് ചെയ്തു വീണു. അതാണ് നമ്മൾ മൗലിദിന്റെ വചനങ്ങളിൽ ആ ബൈത്തുകളിൽ പാടുന്നത്, വൽ വഹ്ശു വൽ നസ്ജാറു ഖസ്സജദത് ലഹു, മൃഗങ്ങൾ നബി തങ്ങൾക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. വഅലൈഹി ഖദ് സല്ലംന ബഅദ തശഹുദി, ഹബീബിനോട് അവരൊക്കെ സലാം പറഞ്ഞിട്ടുമുണ്ടല്ലോ. അത് ആർക്കാ സാധ്യമാവുക? അതല്ലേ രാജകുമാരനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുമ്പിൽ ആ ഒട്ടകം വന്ന് തലകുനിച്ചത് കണ്ടപ്പോ സ്വഹാബികൾ പേടിച്ചുപോയി. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരായവരെ നബിയെ, ഹാദിഹി ബഹീമത്തുൻ ലാ തഅഖിലു തസ്ജുദു ലക, ബുദ്ധിയില്ലാത്ത ഈ മൃഗം അങ്ങേക്ക് സുജൂദ് ചെയ്യുകയോ? വനഹ്നു നഅഖിലു, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ നബിയെ, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടവരല്ലയോ? ഫനഹ്നു അഹഖു അൻ നസ്ജുദ ലക, ഞങ്ങളല്ലയോ നബിയെ സുജൂദ് ചെയ്യേണ്ടത്? ഈ മിണ്ടാപ്രാണിയായ ജീവി, ഈ ഒട്ടകം അങ്ങേക്ക് സുജൂദ് ചെയ്യുകയോ? അപ്പോഴാണ് മുത്തുനബി ലോക പ്രശസ്തമായൊരു വാക്ക് പറഞ്ഞത്, ഉമ്മമാര് കേൾക്കാൻ, എന്റെ സഹോദരിമാര് കേൾക്കാൻ, ഭാര്യാപദം അലങ്കരിക്കുന്ന മുഴുവൻ പെണ്ണും കേൾക്കാൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യുന്നത് പാടുള്ളതല്ല. വലോ സലുഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ ലഅമർതുൽ മർഅ അൻ തസ്ജുദ ലിസൗജിഹാ മിൻ അദമി ഹഖ്ഖിഹി അലൈഹാ, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ അതൊരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് പാടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഒരാളും മറ്റൊരാൾക്ക് സുജൂദ് ചെയ്തുകൂടാ. എങ്ങാനും പറ്റുമെങ്കിൽ ഒരു ഭാര്യയോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേനെ. മിൻ അദമി ഹഖ്ഖിഹി അലൈഹാ, അവളോട് അത്രയും കൂടുതൽ കടപ്പാട് കാണിക്കുന്ന ആളാണ് ഭർത്താവ്. ആ കാരണത്താൽ സുജൂദ് പോലും ചെയ്യണേ എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് സ്വഹാബികളെ, ഈ ഒട്ടകം സുജൂദ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ സ്വലാത്ത് ചൊല്ലണമേ. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ പരലോകത്ത് സൃഷ്ടികളെ മുഴുവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നവരാണവർ, ശഫാഅത്ത് ചെയ്യാൻ പോകുന്നവരാണ്. ആ നബിക്ക് നീ സ്വലാത്ത് ചൊല്ലണമേ. അതാണ് നമ്മൾ ഇതിന്റെ മറുപടിയായി പറയുന്നത്. വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. ഹബീബായ നബിയോട് വന്ന് പരാതി പറഞ്ഞ ഒട്ടകങ്ങളുണ്ട്. നബിയേ, നബിയേ, എന്റെ യജമാനൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്നോട് ചെയ്യിപ്പിക്കുന്നുണ്ട് നബിയേ. ആ യജമാനെ വിളിക്കുന്നു, ലിമൻ ഹാദി, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ? ഞാനാ നബിയെ, ഇങ്ങോട്ട് വരിൻ. ഈ ഒട്ടകത്തിന് സാധിക്കാത്തത് നിങ്ങൾ അതിനോട് ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ, ഈ മിണ്ടാപ്രാണി ഉപദ്രവിക്കരുതേ. ആര് പറഞ്ഞു? മുത്തുനബി തങ്ങളോട് ആരാ പരാതി പറയുന്നത്? മൃഗം, ഒട്ടകം. നബിയോട് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി വന്ന് സങ്കടം തീർത്തുപോയ മാൻപേടയുടെ ചരിത്രം മുത്തവാത്തിറാണ് എന്ന് വരെ ഉലമാ പറയുന്നുണ്ട്. മുത്തവാത്തിറാണ്, അനിഷേധ്യമായ സംഭവമാണ്. ഒരു ജൂതന്റെ വലക്കണയിൽ പെട്ടിരിക്കുന്ന ഒരു മാൻപേടയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് എന്ന കാരുണ്യത്തിന്റെ ദൂതർ ആ വഴിക്ക് കടന്നു പോകുമ്പോഴാ നബിയോട് പറഞ്ഞത്, നബിയേ ലീ ഖശ്ഫാനി യാ റസൂലല്ലാഹ്, നബിയേ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ എനിക്കുണ്ട് നബിയേ. ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ എന്റെ അകടിൽ പാലില്ലാതെ വന്നപ്പോ വല്ലതും തിന്നാൻ കിട്ടുമോ എന്ന് വിചാരിച്ച് ഈ മദീനയുടെ പ്രാന്തപ്രദേശത്തേക്ക് ഞാനൊന്ന് നടന്നു വന്നതാ നബിയേ. ഇവരെന്നെ പിടിച്ചു കളഞ്ഞിട്ടുണ്ട് നബിയേ. നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കണം നബിയേ. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് ഉമ്മ അറുക്കപ്പെടാൻ പോവുകയാണ്, ഉമ്മ മരിക്കാൻ പോവുകയാണ്, കുഞ്ഞുങ്ങളെ പാല് വേണ്ടതോളം കുടിച്ചോളൂ എന്ന് എന്റെ മക്കൾക്ക് അവസാനത്തോരൊക്കെ പാല് കൊടുത്ത് ഞാൻ വരാം നബിയേ. അങ്ങനെക്ക് ജാമ്യം നിൽക്കുമോ എന്ന് നബിയോട് ചോദിച്ചത് ഒരു മനുഷ്യനല്ല, ഒരു മാൻപേടയായിരുന്നു. واستجارك يا حبيبي عندك الظبي النفور واستجارك يا حبيبي, ഞങ്ങളുടെ മെഹബൂബായ നബിയെ അങ്ങയോട് വന്ന് അഭയം ചോദിച്ചിട്ടുണ്ടല്ലോ. عندك الظبي النفور, ഓടിച്ചാടി നടന്നിരുന്ന ഒരു മാൻപേട പിടിക്കപ്പെട്ടു പോയപ്പോ അങ്ങയോട് അഭയം ചോദിച്ചിട്ടില്ലേ നബിയെ? ആ സംഭവം ഹദീസിന്റെ ഭാഗമാണത്. നബി തങ്ങളാ പറഞ്ഞത്, ആരാണ് ഈ മാൻപേടയെ പിടിച്ചത്? ഞാനാ നബിയെ, ഒരു ജൂതൻ. നിങ്ങൾ ഇതിനെ വിട്ടയക്കുമോ? വിട്ടയക്കേ, ഞാൻ ജാമ്യം നിൽക്കാം. അത് തിരിച്ചു വന്ന് ഈ വലക്കുള്ളിലേക്ക് തന്നെ തിരിച്ചു വരും. എന്റെ മാൻപേടയെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചേക്കേ. ഒരു മാൻപേടക്ക് നിങ്ങൾ ജാമ്യം നിൽക്കേ? തീർച്ചയായും ഞാൻ ജാമ്യം നിൽക്കുന്നു. അതിന്റെ നഷ്ടപരിഹാരം എന്തെന്ന് ഞാൻ തരാം. അത് തിരിച്ചു വന്നില്ലെങ്കിൽ ആ വല പൊക്കിക്കൊടുത്ത് ഈ മാൻപേടയെ പറഞ്ഞയച്ചവരാണ് ലോകത്തിന്റെ ഗുരു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഭുജാതരായ റബീഇന്റെ വസന്തമായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാതിരിക്കുന്നു, മാൻപേട വരുന്നില്ല. ജൂതൻ പ്രശ്നമാക്കാൻ തുടങ്ങി. നിങ്ങളല്ലേ എന്റെ കിട്ടിയ ഒരു ഇരയെ പറഞ്ഞു വിട്ടത്? ഇവിടെ നിങ്ങൾ വാക്ക് തന്നത് എവിടെയാണ് ആ മൃഗമെന്ന് ചോദിച്ചപ്പോ നിബിധങ്ങൾ പറഞ്ഞു, അത് എന്നോട് വാക്ക് തന്നിട്ടുണ്ട്, തിരിച്ചു വരുമെന്ന് സമാധാനിച്ചിരിക്കെ ഓടി വരുന്നതാ കഥച്ചോടി വരുന്നുണ്ട്. നബിയെ വൈകിപ്പോയോ നബിയെ, നേരം വൈകിപ്പോയോ? എന്റെ കുഞ്ഞുങ്ങൾ വല്ലാതെ പാല് കുടിച്ചു നബിയെ. അവര് കുടിച്ച് തികയുന്നവരെ ഞാൻ നിന്നുകൊടുത്തു. ഞാൻ വന്നിരിക്കുന്ന നബിയെ, എന്റെ ഉടമസ്ഥനെ എന്നെ ഏൽപ്പിച്ചു കൊടുത്തോളൂ എന്ന് തലതാട്ടി വലയിലേക്ക് കയറി വന്നപ്പോഴാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ.
ലോകത്തിന് കരുണയാണ് നബിയെ നിങ്ങൾ, മനുഷ്യർക്കെന്ന് മാത്രമല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇസ്ലാമുമായി ഇതിന് ബന്ധമില്ലെന്ന് പറയാൻ കാരണം, ഐസിസ് പോലെയുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലെന്നും നാമധാരികൾ മാത്രമായി ദീനിനെ ചീത്തപ്പേരുണ്ടാക്കാൻ വന്ന നിഗൂഢ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ. എങ്ങനെയാ ഈ കരുണയുടെ റസൂലിന്റെ അനുയായികൾക്ക് മനുഷ്യരെ അറുകൊല ചെയ്യാൻ പറ്റുന്നത്? ഇവരൊക്കെ മനുഷ്യരാണോ? മൃഗങ്ങളോട് കരുണ കാണിച്ച നബിയല്ലേ നമ്മുടെ നബി? മൃഗങ്ങളോട് റഹ്മത്ത് ചെയ്യാൻ പറഞ്ഞ നബിയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. واستجارك يا حبيبي عندك وبي النفور. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൃഗം വന്ന ഭയം ചോദിച്ചിട്ടുണ്ടല്ലോ നബിയേ. വൽ വഹ്ശു വൽ അശ്ജാറു قد سجدت له وعليه قد سلمنا بعد تشهدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. نرنيت صلاة جلو اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ കൈകളിൽ അല്ലാഹു ശിഫ കൊടുത്തിട്ടുണ്ടല്ലോ. ഹബീബിന്റെ കൈകളിൽ വിരലുകളിൽ ശിഫയുണ്ടായിരുന്നുവല്ലോ. അബൂ റാഫി സലാം ഇബ്നു അബിൽ ഹഖീഖ് എന്ന് പറയുന്ന ഒരു ജൂതനുണ്ട്. അബൂ റാഫി എന്ന് പറയുന്ന ഈ മനുഷ്യൻ കടുത്ത ശത്രുവായിരുന്നു, കാഫിറായി മരിച്ചുപോയ ആളാണ്. അബൂ റാഫി സാലിം ഇബ്നു അബിൽ ഹഖീഖ് ജൂതനാണ്, ജൂതന്മാരുടെ നേതാവാണ്. ഖൈബറിന്റെ അരികത്ത് വലിയ കോട്ടയിൽ താമസിക്കുന്ന ആളാണ്. മുസ്ലിമീങ്ങൾക്കെതിരെ ബദറിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടാനും പ്രേരിപ്പിക്കാനും ഈ അബൂ റാഫി ഉണ്ട്. ഉഹദിൽ ശത്രുക്കളുടെ പക്ഷത്ത് അബൂ റാഫി ഉണ്ട്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ അബൂ റാഫി കൂടെയുണ്ട്. ഖൈബറിൽ അബൂ റാഫി കൂടെയുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് ഉപദ്രവിച്ച ആളാണ്. നബിയെ വധിക്കാൻ ആളെ പറഞ്ഞു വിട്ട ആളാണ്. അബൂ റാഫി സലാം ഇബ്നു അബിൽ ഹഖീഖ് എന്ന് പറയുന്ന ജൂതനായ മദീനക്കാരൻ. മദീനയിലല്ല, മദീനയുടെ ഒരൽപ്പം അകലെ ഖൈബറിന്റെ അരികത്ത് അയാളുടെ കോട്ടയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യനെ പിടിക്കാൻ പറഞ്ഞയച്ചു. ഇസ്ലാമിന്റെ ശത്രു എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കരാർ ലംഘിച്ച ആളാണ്. കരാർ ലംഘനം നബി തങ്ങൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവൻ വധിക്കപ്പെടേണ്ട ആളാണ്. നിബിധങ്ങളുമായി ജൂതന്മാർ നടത്തിയ കരാർ പൊളിച്ചു കളഞ്ഞത് ഇവനാണ്, അബൂ റാഫി ആണ്. അബൂ റാഫിയെ പിടിക്കാൻ ഖസ്റജിൽപ്പെട്ട ഒരു സംഘം ആളുകളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നു. ചെറുപ്പക്കാരായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഖൈബറിലേക്ക് നടന്നു പോകുന്നു. ആ സംഘത്തിന്റെ നേതാവ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരോടൊപ്പമുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ ഒരു സംഘം ആളുകൾ ഖൈബറിന്റെ അരികത്തേക്ക് എത്തി നിൽക്കുന്നു. അവരെത്തുമ്പോഴേക്കും മഗ്രിബായിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു കോട്ടയുണ്ട്, വലിയ കവാടമുള്ള കോട്ടയാണ്. ആ കോട്ടക്കകത്താണ് ജൂതന്മാരായ നൂറുകണക്കിന് കുടുംബത്തിന്റെ വീട്. അബൂ റാഫിന്റെ വീട് വലിയൊരു ഉയരത്തിൽ ഒരു കുന്നിൻ പുറത്ത് മുകളിൽ ചുറ്റും ബലിഷ്ഠമായ കവാടമാണ്. അതിരാവിലെ ആ കോട്ടക്കുള്ളിലെ ആട്ടിടയന്മാർക്ക് പോവാൻ കവാടം തുറന്നു കൊടുക്കും. അവരൊക്കെ പോകും. വൈകുന്നേരം മഗ്രിബായാൽ ആ കവാടം തുറന്നു കൊടുക്കും അകത്തേക്ക് കിടക്കാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെ, മൂന്ന് അബ്ദുല്ലമാരാണ് ഈ മനുഷ്യനെ പിടിക്കാൻ നബി തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അബൂ റാഫിന്റെ രക്തത്തിന് വിലയില്ല, ഇനി അവൻ വഞ്ചന ചെയ്ത ആളാണ്. അബൂ റാഫിനെ പിടിക്കണം. എങ്ങനെയാണ് കോട്ടക്കകത്തേക്ക് കയറുക? തന്ത്രം വേണ്ട, എങ്ങനെ കയറണം? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു ആണ് നേതാവ്. ബഹുമാനപ്പെട്ടവർ പ്ലാനുകൾ ആസൂത്രണം ചെയ്തു തുടങ്ങി. ആട്ടിടയന്മാർ പോകുന്ന കൂട്ടത്തിൽ കയറാൻ നോക്കുമ്പോ കയറാൻ പറ്റുന്നില്ല.
ഗേറ്റ് കീപ്പർ സ്ട്രിക്റ്റ് ആണോ അല്ലേ എന്ന് പോയി നോക്കുമ്പോ അയാള് സസൂക്ഷ്മം പരിശോധിച്ചിട്ട് ആളുകൾ അകത്തേക്ക് വിടുന്നുള്ളൂ. പിന്നെ എങ്ങനെ അകത്ത് കടക്കുക? അകത്ത് കടന്നെങ്കിലേ ഈ അബൂ റാഫിനെ പിടിക്കാൻ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ജൂതന്മാരുണ്ട്, അവരുടെ അവരുടെ കഴുത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. രാത്രി പന്തവും കത്തിച്ചോടുകയാണ്. അപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇത് തന്നെ കിട്ടിയ സമയം. ബഹുമാനപ്പെട്ടവർ തലമറച്ച് മറക്കിരിക്കുന്ന പോലെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് കഴുതയെ കിട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും തെളിച്ചുകൊണ്ടുവന്ന് അകത്തേക്ക് കയറുകയാണ്. അപ്പോഴേക്കും ഇരുട്ടിയിട്ടുണ്ട്. ആ സമയം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് എന്നവർ മുഖം മറച്ചിരിക്കാൻ. ഗേറ്റുകാരൻ പറഞ്ഞിട്ടോ, അകത്തേക്ക് പോകാനുള്ള ആളാണോ? പെട്ടെന്ന് പോയിക്കോ, ഞാൻ വാതിലടക്കുകയാണ്. മെല്ലെ മുഖം കാണിക്കാതെ അകത്തേക്ക് കടന്നു. സ്വഹാബിമാർ കൂടെയുള്ളവരൊക്കെ പുറത്താണ്. അകത്തേക്ക് കടന്നു നോക്കുമ്പോ നല്ല കൂരാക്കൂരിട്ടാണ്. ഒരുപാട് വീടുകളുണ്ട് അവിടെ. അദ്ദേഹം മെല്ലെ പതിഞ്ഞിരുന്നു. എവിടെയാണ് സുരക്ഷിതമായ സ്ഥലമെന്ന് നോക്കി കഴുതകൾ കെട്ടിടാറുള്ള ആലയുണ്ട്. ആ ആലയിൽ അവിടെ പോയി വിളിച്ചിരുന്നു. രാത്രിയാവട്ടെ എന്ന് വിചാരിച്ച് രാത്രിയാവുകയാണ്. ഇരുട്ട് കൂടി വരുന്നു. എല്ലാവരും വിളക്കണച്ച് ഉറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഉറങ്ങുന്നവരെ ആ കഴുതകളുടെ ആലയിൽ ഇരുന്നു മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു വലിയൊരു ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്. ആ ദൗത്യം ജൂത സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. കാരണം അവരുടെ കരാർ ഇയാൾ പൊളിച്ചാൽ ജൂതന്മാരുടെ സംരക്ഷണമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ. ഈ അബൂ റാഫിനെ ജീവനോടെ പിടിക്കണമെന്നും സാധിക്കുമെങ്കിൽ വകവരുത്തണമെന്നുമാണ് നബിയുടെ തീരുമാനം. അങ്ങനെയാണ് ഈ സ്വഹാബി അകത്തേക്ക് ചെല്ലുന്നത്. നോക്കുമ്പോ വാതിലുകളെല്ലാം അടഞ്ഞു കിടപ്പുണ്ട്. ഓരോരോ വാതിലുകളിൽ മെല്ലെ മെല്ലെ ചെന്ന് നോക്കി, ഉറങ്ങുന്നുണ്ടോ, ഉറക്കമായോ? എല്ലാവരും ഉറങ്ങിയെന്ന് കണ്ടപ്പോ സർവ്വ വീടിന്റെ വാതിലുകളും പുറത്തു നിന്ന് പൂട്ടിയിട്ടുകൊണ്ടേ പോവുകയാണ് അബൂ റാഫി എന്നവർ. അബൂ റാഫിനെ തേടി പുറപ്പെടുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു തആല അൻഹു. ഖസറജിയാണ്, മദീനക്കാരനായ അൻസ്വാരിയായ സ്വഹാബിയ. അങ്ങനെ പോയി ഒരുപാട് ദൂരം ചെന്നു. അവിടെയാണ് ഒരു കുന്നിൻ പുറത്ത് അബൂ റാഫിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. താഴെ ഇങ്ങനെ കേട്ടുനിന്നു. അബൂ റാഫിയും ഒരുപാട് ആളുകളും തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. മുഹമ്മദ് നബി തങ്ങളെ എങ്ങനെയാണ് വകവരുത്തേണ്ടത് എന്ന കോൺസ്പിറസി അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാൻ. അതിന്റെ താഴെ ഇങ്ങനെ കാത്തിരുന്നു. ഒരു പാറക്ക് മുകളിൽ ഏണി വെച്ചിട്ടുണ്ട്. ആ കോണിയിൽ കയറിയിട്ട് വേണം അബൂ റാഫിന്റെ വീട്ടിലേക്ക് പോവാൻ. പാതിരാത്രി കൂടെയുള്ള ആളുകളൊക്കെ വർത്തമാനം പറഞ്ഞ് കഥ പറഞ്ഞ് ഇറങ്ങി പോകുന്നവരെ താഴെ കാത്തിരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു തആല താഴെ ഇരിക്കുകയാണ്. ആ സമയം എല്ലാവരും പോയി എന്ന് കണ്ടപ്പോ മെല്ലെ കയറി ചെല്ലുന്നു. അന്ന് വിളക്കുകളില്ലല്ലോ. അബൂ റാഫിന്റെ വീടാണത്. വാതിലുകൾ മെല്ലെ തുറന്നു. കടന്നാൽ ഉടനെ തന്നെ വാതിലകത്ത് പൂട്ടിയിടും. അങ്ങനെ ഓരോരോ റൂമുകൾ കടന്ന് ഓരോരോ റൂമുകളും അകത്ത് കുറ്റിയിട്ട് അബൂ റാഫിന്റെ റൂമിലേക്ക് എത്തി നിൽക്കുമ്പോ, അബൂ റാഫി, നീ അബൂ റാഫി ആണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറയലും വാളുകൊണ്ട് വെട്ടലും ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു അതീഖ് എന്നവർ. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ലായിരുന്നു. നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു. ആളുകൾ കേൾക്കും മുമ്പേ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് എന്നവർ തൊട്ടടുത്ത റൂമിലേക്ക് ഓടിച്ചെന്ന് തിരിച്ചു വന്നു പുതിയൊരു ശബ്ദത്തിൽ, അബൂ റാഫി, നിങ്ങൾക്ക് എന്തു പറ്റി? എന്നെ ആരോ വെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രണ്ടാമതും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു ശത്രുവിന് നേരെ ആഞ്ഞു വിട്ടുകയാണ്. ആ രണ്ടാമത്തെ വെട്ടും അവന് കൊണ്ടില്ല, മരണം സംഭവിച്ചില്ല. വീണ്ടും നിലവിളിച്ചു. കുറെ ആളുകൾ ഓടിക്കൂടുന്നുണ്ട്, പക്ഷെ അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. വാതിൽ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് എന്നവർ ചോദിച്ചു, അബൂ റാഫി, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തായി നിലവിളിക്കുന്നത് എന്ന് ആളറിയാത്ത ശബ്ദത്തിൽ ചോദിച്ചു. പറഞ്ഞു, എന്നെ ആരോ വധിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അവസാനത്തെ മൂന്നാമത്തെ തവണ അള്ളാഹുവിന്റെ റസൂലിനെ വകവരുത്താൻ സർവ്വ പ്ലാനും ചെയ്ത ഈ മനുഷ്യനെ ജീവനെടുക്കുന്നത് ഈ സമൂഹത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു തന്റെ കഠാര കൊണ്ട് അബൂ റാഫിനെ വധിക്കുകയാണ്. ആ മനുഷ്യന്റെ ചോര ചിന്തുന്നുണ്ട്. നിലവിളിച്ചു മരണത്തിലേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് വാതിലുകൾ തുറന്ന് മെല്ലെ 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 ആ ഇരുട്ടിൽ നടന്നുവരെ താഴേക്ക് ഇറങ്ങവേ കോണിയിൽ ചവിട്ടി വരാൻ കഴിയാതെ കാലിടറി താഴേക്ക് മറിഞ്ഞു വീണു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് എന്നവർ.
കാലിന്റെ എല്ല് പൊട്ടിയിരിക്കുകയാണ്, കാല് മുറിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ശരീരത്തിലെ വസ്ത്രമഴിച്ച് ഒരു ചീന്തി കാല് വരിഞ്ഞു മുറുക്കി ഓടുകയാണ്. എവിടെയാണ് കോട്ടയുടെ കവാടമെന്ന് നോക്കി ആ കവാടം തുറന്ന് പുറത്തു കടന്ന് തന്റെ അനുയായികളോട് പറഞ്ഞു, അബ്ശിറൂ, അള്ളാഹുവിന്റെ റസൂലിനോട് പോയി പറഞ്ഞു കൊടുക്കിൻ, അബൂ റാഫിഇനെ അള്ളാഹു വകവരുത്തിയിരിക്കുന്നു എന്ന്. സഹാബത്ത് പോകുമ്പോ ചോദിച്ചു, അബ്ദുല്ലാ നിങ്ങൾ വരുന്നില്ലേ? ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഇവൻ മരിച്ചു എന്ന വിവരം രാവിലെ അനൗൺസ് ചെയ്യും, അതെന്റെ കാതുകൊണ്ട് കേട്ടിട്ടാ ഞാൻ വരുന്നത്, എനിക്കത് കേട്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞവിടെ തന്നെ രാവിലെ വരെ കിടന്നു. ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇതാ അബൂ റാഫി എന്ന ഹിജാസിലെ പേര് കേട്ട ബിസിനസ്സുകാരൻ ഇന്നലെ രാത്രി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിവരം കൊടുത്തപ്പോഴാ തന്റെ കുതിരപ്പുറത്ത് ഓടിക്കയറി മദീനയിലേക്ക് തന്റെ കൂട്ടുകാരെത്തും മുമ്പേ ഓടിയെത്തി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, നബിയെ രക്ഷകിട്ടി, നബിയെ രക്ഷകിട്ടി, ഇതാ അബൂ റാഫിഇനെ അള്ളാഹു കൊന്നിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വേച്ച് നടന്നു വരികയാണ് അബ്ദുല്ലാഹ് ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു. കാലിന്റെ മുടന്തുണ്ട്. ആ മുടന്തൻ കാലുമായി വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, അബൂ റാഫി, ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിച്ചു, യാ അബ്ദുല്ലാഹ് ഇബ്നു അതീഖ്, അബ്ദുല്ലാഹ് ഇബ്നു അതീഖ് എന്നവരെ, എന്തു പറ്റി കാലിന്? നബിയെ, ഞാൻ വീണു നബിയെ, ആ അബൂ റാഫിഇനെ വധിച്ച് ഞാൻ താഴെയിറങ്ങുമ്പോ എന്റെ കാലിടറി ഞാൻ താഴേക്ക് പതിച്ചതാ നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നബി തങ്ങളുടെ കൈകളിൽ ശിഫ അള്ളാഹു നൽകുകയാണ്. അബ്ദുല്ലാ, കാല് നീട്ടി വെക്കാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബികൾ മുഴുവനും നോക്കി നിൽക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത അബ്ദുല്ലാ, നിങ്ങളുടെ കാലിന്റെ മുമ്പിൽ നീട്ടിവെക്കൂ. ആ മുറിഞ്ഞ കാൽ നീട്ടിവെച്ചു കൊടുത്തു. നബി തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ കാലിൽ തലോടുകയാണ്. ജനങ്ങൾ മുഴുവനും നോക്കി നിൽക്കുകയാണ്. നബി തങ്ങളുടെ കൈ അബ്ദുള്ളയുടെ കാലിൽ നിന്ന് കൈ ഉയർത്തേണ്ട താമസം ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് നിന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അതീഖ് റളിയല്ലാഹു തആല അൻഹു. ആ കാലിന് പിന്നെ മുറിവുണ്ടായിട്ടില്ല, പിന്നെ വേദനയുണ്ടായിട്ടില്ല. മുറിഞ്ഞു തൂങ്ങിയ കാല് ഹബീബിന്റെ ഒരു തടവലിലൂടെ തന്നെ അള്ളാഹു ശിഫയാക്കി കൊടുത്തു എന്നാണ്. ഇത് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സ്വഹാബത്ത് ഒരുപാട് കണ്ടതാണ്. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ, ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസ്ഹഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. അസൂയാലുക്കൾ പോലും സമ്മതിക്കുമാർ, നബിയെ, അങ്ങയുടെ കൈകളിൽ നിന്ന് അല്ലാഹു തആല എത്രയോ മുഅ്ജിസത്തുകൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പോകുമ്പോഴാണ് സ്വഹാബികളോട് പറഞ്ഞത്, നാളെ ഞാൻ ഈ പതാക കൈമാറുന്നത് ഒരു മനുഷ്യന്റെ കയ്യിലാണ്. ആ ആളിന്റെ കയ്യാലെ ഖൈബറിൽ അല്ലാഹു വിജയം തരും. അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിലാണ് ഈ പതാക ഞാൻ നൽകുന്നത്. അല്ലാഹും റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾ. സ്വഹാബികൾക്കൊന്നും ഉറക്കം വന്നില്ല. പടച്ചവനെ, ആരായിരിക്കും ഈ ഭാഗ്യം കിട്ടിയാൽ? അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുകയും ചെയ്യാം, അള്ളാഹു റസൂൽ ഇങ്ങോട്ട് ഇഷ്ടപ്പെടാം. അതാരായിരിക്കും? ചിന്തിച്ചിരി. നേരം വെളുത്ത് ഓരോരുത്തരും ഓടിക്കൂടി നബിയുടെ മുമ്പിൽ. ആരായിരിക്കും അതെന്നറിയാൻ നിബിതങ്ങൾ അവരുടെ പേര് വിളിക്കണമെന്ന് ഓരോരുത്തരും കൊതിച്ചു. അപ്പോഴാണ് നിബിതങ്ങൾ ചോദിക്കുന്നത്, അയ്ന അലി ഇബ്നു അബീ ത്വാലിബ്, എവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ്? ആ മഹാനാണ് യഫ്തഹുല്ലാഹു അലാ യദൈഹി, അവരുടെ കൈകളിലൂടെ അള്ളാഹു വിജയം കൊടുക്കുകയും യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുകയും വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും അദ്ദേഹത്തെ ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. അത് ആരാണ്? റാബിഉൽ ഖുലഫാ മുദ്ഹിറുൽ അജായിബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്.
മഹാനായ സ്വഹാബി എവിടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് യസ്തകി ഐനൈ, കണ്ണുകൾക്ക് സുഖമില്ല നബിയേ. അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണ് രോഗം പിടിപെട്ടിരിക്കുന്നു. ശക്തമായ റമദ് രോഗമാണ്, കണ്ണ് രോഗം പിടിപെട്ടിട്ടുണ്ട്. ചെങ്കണ്ണ് പിടിച്ചു എന്ന് പറയില്ലേ, പുറത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധം കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. സ്വഹാബികൾ കൈപിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, അലിയാരെ, നിങ്ങളാണ് ഖൈബറിലേക്ക് സൈന്യത്തെ നയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൈകളിലാണ് നബി തങ്ങൾ പതാക തരാൻ പോകുന്നത്. നിങ്ങളുടെ കൈയാലെ വിജയം തരുമെന്നും മുത്തുനബി പറഞ്ഞിരിക്കുന്നു. എന്നെയോ? അതെ, നിങ്ങളെ അതുകൊണ്ട് വരണം നബി വിളിക്കുന്നുണ്ട്. നബി തങ്ങൾ വന്നപ്പോ, തങ്ങളുടെ അരികത്തേക്ക് വന്നപ്പോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കണ്ണുകൾക്ക് സുഖമില്ലല്ലോ നബിയെ, ഞാൻ എങ്ങനെയാ സൈന്യവും കൊണ്ടുപോകുന്നത്? കണ്ണ് തുറക്കാൻ പറ്റില്ലല്ലോ. അലിയാരെ, എന്റെ മുമ്പിലിരിക്കൂ. ആ പരിശുദ്ധമായ കൈകളെ കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകൾ തുറക്കുകയും അവിടുത്തെ പരിശുദ്ധമായ ഉമിനീര് കൊണ്ട് ആ കണ്ണുകളിലേക്ക് ചെറുതായൊന്ന് തുപ്പുക ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതആല റബ്ബേ ശിഫ കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. ഫബരിഅ മിൻ ലഹ്ദതിഹി, സെക്കൻഡ് കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾക്ക് സുഖം പ്രാപിച്ചത്. ഖൈബർ വിജയിക്കുന്നത് ആരുടെ കയ്യാലെയാണ്? ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ. ഇതൊക്കെ ഇഖ്ബാറുൻ ബിൽ ഗൈബാണ്, മുഅ്ജിസത്തുകളാണ്, അമാനുഷികമായ കഴിവുകളാണ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയ വിവരങ്ങളാണിത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അയച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അലിയാരെ, ഫവല്ലാഹ് ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹംറുൻ നഅം. അലിയാരെ, ആളുകളെ വധിക്കാനോ യുദ്ധത്തിനല്ല നമ്മൾ പോകുന്നത്. ഒരാൾക്കെങ്കിലും സന്മാർഗം നിങ്ങൾ കാരണം ലഭിച്ചാൽ ചമന്ന 1000 ഒട്ടകം നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മനുഷ്യന് സന്മാർഗം ലഭിക്കലാണ്. അതുകൊണ്ട് പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോളൂ അലിയാരെ, അള്ളാഹു നിങ്ങളുടെ കയ്യിൽ വിവരം തരുമെന്ന് ആശീർവദിച്ചു പറഞ്ഞയച്ചുവല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉമിനീര് കൊണ്ട് ശിഫ കിട്ടിയിട്ടുണ്ട്, അവിടുത്തെ തടവല കൊണ്ട് ശിഫ കിട്ടിയിട്ടുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾ പോലും നബിതങ്ങൾക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുത്തുവല്ലോ. വൃക്ഷങ്ങൾ നബിതങ്ങളുടെ മുമ്പിലേക്ക്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിന്റെ കഥ ജാബിർ റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസിൽ ഹജ്ജിന് വന്നപ്പോഴുള്ള കഥ പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് വൃക്ഷം അതിന്റെ തണ്ടോടുകൂടെ, ആ തടിയോടുകൂടെ മണ്ണ് ഇളക്കി നീക്കി നബിയുടെ മുമ്പിലേക്ക് വന്നത് കണ്ണുകൊണ്ട് കണ്ട സ്വഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇമാമുന ബൂസീരി തങ്ങൾ പുറത്തയിൽ പാടിയല്ലോ, ജാഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമീം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ജാബിർ റളിയല്ലാഹു തആല അൻഹു ആ വിവരം വളരെ വ്യക്തമായി വിവരിച്ചത് നബി തങ്ങൾക്ക് മറയിരിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം വന്നപ്പോ, എന്നോട് വെള്ളവും വാങ്ങി നബി തങ്ങൾ പോകുന്നു. ഒരു വൃക്ഷം അവിടെയുണ്ട്, മറ്റൊരു വൃക്ഷം അങ്ങുണ്ട്. ആ ഒരു വൃക്ഷത്തിന്റെ അരികത്തേക്ക് ചെന്ന് അതിന്റെ ശിഖരത്തിൽ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻഖാദി അലയ്യ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ വൃക്ഷമേ നീ ഞാൻ പറഞ്ഞത് കേൾക്കണം. ആ വൃക്ഷം വരികയായി, ഒരു ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കുന്ന പോലെ ആ വൃക്ഷം നടന്നു വരികയായി. അതവിടെ നിർത്തിയിട്ട് മറ്റൊരു വൃക്ഷത്തിന്റെ അരികത്ത് ചെന്ന് നബി തങ്ങൾ അതേ വാക്ക് പറഞ്ഞതിന്റെ ശിഖരം പിടിച്ചിട്ട് ഇൻഖാദി അലയ്യ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ നീ എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോ ആ വൃക്ഷവും ഒരു മൃഗം നടന്നു വരുന്ന പോലെ അതിന്റെ തണ്ടോടുകൂടെ തടിയോടുകൂടെ ആ മണ്ണിലൂടെ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. ആ രണ്ട് വൃക്ഷങ്ങളും കടന്നു വന്നപ്പോ നബി തങ്ങൾ രണ്ടിനോടും കൂടെ പറഞ്ഞു,
നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിൽക്കൂ എനിക്ക് വേണ്ടി. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ രണ്ടുപേരും ചേർന്ന് നിൽക്കുവിൻ. ആ രണ്ട് വൃക്ഷങ്ങളും ചേർന്ന് നിന്നു. നബിക്ക് മറയായി നിൽക്കുകയാണ്. എന്നിട്ട് വേണം നബി തങ്ങൾക്ക് മറയിരിക്കാൻ. ആ മറയിരിക്കുന്നതിന് വേണ്ടി രണ്ട് വൃക്ഷങ്ങളും ചേർന്ന് നിൽക്കുന്നത് ഹജ്ജിന് നബി തങ്ങൾ പോയ സന്ദർഭത്തിലാണ് ഉണ്ടായത്. അതിന്റെ സാക്ഷിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങൾ പറയാ, ഞാനിത് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വരവും കാത്തു നിന്ന് നബി തങ്ങൾ നടന്നു വരുമ്പോ ആ രണ്ട് വൃക്ഷങ്ങളും എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടത്തേക്ക് അത് നീങ്ങിപ്പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല. അതിനെ സംബന്ധിച്ച് അബൂസീരി ഇമാമ പാടിയത്, جاءت لدعوته أشجار ساجدة تمشي إليه على ساق بلا قدم مولاي لم دائما أبدا على حبيبك خير الخلق كلهم. നൂറുകണക്കിന് സംഭവങ്ങളിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ മഹത്തായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നബിയുടെ കൈകളിലൂടെ എത്രയോ സംഭവങ്ങളിൽ ബാക്കി കിടക്കുകയാണ്. എല്ലാം മുത്തുനബി തങ്ങൾ സത്യസന്ധരായിരുന്നുവെന്നും സത്യം പഠിപ്പിക്കാൻ വന്നവരാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ വെറുതെ പറയാൻ വന്നവരല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു തആല അറിയിച്ചത് ആ ലോകത്തിന് പഠിപ്പിച്ചു തന്നത്, ആ ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ട് അവിടെ അവതരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീന. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ കാരുണ്യത്തിന്റെ കടലായ ഹബീബിനോട് ഖൽബിന്റെ ഉള്ളിൽ സ്നേഹവും ബഹുമാനവും തോന്നുക, ഹബീബിനോട് ബഹുമാനം ഉണ്ടാവുക. ഹബീബിനെ പറ്റി പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ അനക്കം വരുന്നത്, ഹബീബിനെ പറ്റി പറയുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നത്, ഹബീബിനെ പറ്റി പറയുമ്പോൾ ഒന്ന് കണ്ടെങ്കിൽ ഒന്ന് കൊതി തോന്നുന്നത്. തൂബാ ലിഐനിൻ റഅതാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ എന്ന് സ്വഹാബികളെ കാണുമ്പോൾ താബഈങ്ങൾ പറയാറുണ്ട്. ആ ഒരു കൊതി ഞാനൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന്, ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ച, മുഅ്ജിസത്തുകൾ കാണിച്ച ഹബീബിനെ ഒരിക്കലെങ്കിലും കാണാൻ ഭാഗ്യമുണ്ടായെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. അവിടുത്തെ തിരുറൗദയെങ്കിലും ചെന്ന് സലാം പറയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അവിടുന്ന് നടന്നു പോയ മക്കയുടെ മണ്ണിലൂടെ, മദീനയുടെ മണ്ണിലൂടെ നടക്കാനും അവിടങ്ങളൊക്കെ ചെന്ന് ദുആ ചെയ്യാനും ധാരാളം തവാഫും സഅയും ചെയ്ത് ഹജ്ജും ഉംറയും ചെയ്യാനും പരിശുദ്ധ മദീനയിൽ ചെന്ന് ഹബീബിനെ സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബിന്റെ മേൽ സ്വലാത്ത് നീ ചൊല്ലണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹബീബിലേക്ക് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ യജമാനരും സയ്യിദുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരക്കണക്കിന് മുഅ്ജിസത്തുകളെ കൊണ്ടാണ് നീ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ആ മുഅ്ജിസത്തുകളിൽ ഏറ്റവും മഹത്തായ വിശുദ്ധ ഖുർആൻ, അത് മുറുകെ പിടിക്കാനും പഠിക്കാനും അറിയാനും ഓതാനും യത്ലൂനഹു ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോ, അവിടുത്തെ മുഅ്ജിസത്തുകളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ദുആയിരക്കുന്ന ദുആഇനെ ആമീൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപങ്ങൾ പുറത്തുതാ തമ്പുരാനെ, തെറ്റുകൾ പുറത്തുതാ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്തതികൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, അയൽവാസികൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളോട് ബന്ധമുള്ള പരിചയക്കാരായ ആളുകൾ, ഓർമ്മയുള്ളവരെ, മറന്നുപോയവരെല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബേ. മാരകങ്ങളായ അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ.
അല്ലാഹുവേ കേട്ടാൽ പേടി തോന്നുന്ന മാരകമായ അസുഖങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷണം തരല്ലേ റബ്ബേ. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികൾ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. അവിടുത്തെ സ്വഭാവം ഞങ്ങളിൽ നീ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇതിനൊരു വിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത് അല്ലാഹുവേ നിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ പുരുഷാരവങ്ങളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മക്കളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രായമുള്ളവരുണ്ട് റബ്ബേ, ഉസ്താദുമാരോ മുതഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹുവേ നീ സദസ്സിനെ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നിന്റെ ഗുഫ്റാനും മഗ്ഫിറത്തും നിന്റെ റഹ്മാനിന്റെ റഹ്മാക യാ അല്ലാഹ് നിന്റെ റഹ്മത്തും തരണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. നല്ലവരാക്കി തരണേ റബ്ബേ. നിന്നെ ഭയപ്പെടുന്നവരാക്കണേ റബ്ബേ. നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് ദീനിന്റെ ഖൈറായ ഇൽമ് നീ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. നാഫിയായ ഇൽമ് തരണേ തമ്പുരാനെ. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് തരണേ റബ്ബേ. നീ ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. അമലിന് തൗഫീഖ് തരണേ റബ്ബേ. ഉപകാരപ്പെടുന്ന ഇൽമ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകണേ റബ്ബേ. ദീനിയായ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിൽ ദീനിന്റെ ചൈതന്യം നീ ഉയർത്തിത്തരണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ. നിങ്ങളുടെ മഹല്ലത്തുകളെ പ്രശ്നങ്ങളും ഫിത്നകളും ഉണ്ടാക്കുന്നവരിൽ നിന്ന് കാക്കണം തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, ദീനിന്റെ പേരിൽ ഒരുമിച്ച് ജീവിച്ച് പിണക്കങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ പരിശുദ്ധമായി നിന്റെ ദീനിന്റെ അഖീദയിൽ വിശ്വസിച്ച് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന തലമുറകളെ യുവതിനൂരും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും ഞങ്ങളുടെ മഹല്ലുകളിലുമെല്ലാം നീ തയ്യാറ് ചെയ്യണേ റബ്ബേ. നീ ഇതിന് തൗഫീഖ് താ തമ്പുരാനെ. റഹ്മർ റഹീമായ റബ്ബേ, ആരെല്ലാം ഈ പള്ളിയിൽ വന്നത് ഇവിടെ സേവനം ചെയ്തു പോയിട്ടുണ്ടോ, ഞങ്ങളുടെ മദ്രസകളിൽ ഒരു 6 പതിറ്റാണ്ടുകാലം സേവനം അനുഷ്ഠിച്ച മദ്രസയിൽ ആരെല്ലാം ഉസ്താദുമാരായി മുഅല്ലിമീങ്ങളായി സദർ മുഅല്ലിമീങ്ങളായി ആരെല്ലാം വന്നു പോയിട്ടുണ്ടോ, ആരെല്ലാം അവിടെ പഠിച്ചിട്ടുണ്ടോ, ആരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ആ മദ്രസ കെട്ടിടം എന്ന് വലുതായി വന്ന് അത് വിശാലമായ സൗകര്യത്തോടുകൂടെ വന്ന് ഇനിയും ഒരുപാട് കാലം നൂറ്റാണ്ടുകൾ ദീനീ സേവനത്തിന് സജ്ജമായ രീതിയിൽ അല്ലാഹുവേ അത് വളർത്തിക്കൊണ്ടുവരാൻ ആരെല്ലാം അതിലേക്ക് നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവിടെ കൽബുകൾക്ക് അല്ലാഹുവേ സന്തോഷം നൽകി സദഖകളെ കബൂൽ ചെയ്ത് അല്ലാഹുവേ സദുദ്യമത്തെ നീ വിജയിപ്പിച്ചു തരണം തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്ന സഹോദരിമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുള്ളവരുണ്ട്. അവരുടെയൊക്കെ വിവാഹം അവർക്ക് യോജിച്ച ഇണകളെ പുതിയാപ്പിളമാരെ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മദ്യപാനികളും വ്യഭിചാരികളുമായി പോവാതെ കാക്കണേ റബ്ബേ. നേർവഴിയിലേക്ക് കൊണ്ടു നടക്കണേ തമ്പുരാനെ. നന്മയുടെ വക്താക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ എത്രയോ ചെറുപ്പക്കാർ വോളണ്ടിയർമാരായി സഹോദരിമാരും അല്ലാത്തവരും ഈ പരിപാടിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തിട്ടുണ്ട് റബ്ബേ. ആ യുവാക്കളെ ദീനിന്റെ മുതൽക്കൂട്ടുകളാക്കണേ തമ്പുരാനെ. അവർ ചെയ്ത സേവനങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഓടിച്ചാടി നടന്ന് എന്തൊക്കെ സദസ്സിന് വേണോ അതൊക്കെ ചെയ്തു കൊടുത്ത ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ മക്കൾ വളരുന്ന വീടുകളിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു പഠിക്കുന്ന മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. കച്ചവടങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കല്ല. അല്ലാഹുവെ പൂർത്തിയാക്കി കൊടുക്കല്ല. പരീക്ഷണങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവെ തുടങ്ങാൻ പോകുന്നവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവെ മക്കളെ വിവാഹം ചെയ്തയച്ചിട്ട് വീട് പണി ചെയ്തിട്ട് കടം വന്നവർ പ്രയാസങ്ങളുള്ളവരുടെ കടങ്ങൾ വിടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഞങ്ങൾക്ക് കടം തന്ന് സഹായിച്ചിട്ടുണ്ടോ അവരെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ ഒരു പ്രയാസം വരുമ്പോ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോ ഒരു പലിശയുടെ ഇടപാടുകളിലേക്ക് പോവാതെ ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. അർഹമർ റഹീമായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജീവിതമാണ് റബ്ബേ. ഞങ്ങൾ ഒരൽപ്പനേരം ചർച്ച ചെയ്തത് ആ ഹബീബിന്റെ ഉമ്മത്തികളിൽ അവർ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ആ ഹബീബ് ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ആ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ ആ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് നാളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും
നിന്റെ മുത്ത ഹബീബ് അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധ മണ്ണ് ആ മദീനയിൽ വന്ന് റൗളയിൽ വന്ന് സലാം പറയാനുമുള്ള ഭാഗ്യം മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദുൽ ജന്ന എന്ന ഭാഗത്ത് 2 റക്അത്ത് ചെന്നിരുന്ന് നിസ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്തതികൾക്ക് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൊടുക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം താ റബ്ബേ. നരകത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കല്ല റബ്ബേ. എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിക്കുന്നവരെ നിനക്ക് ഇഷ്ടമാണല്ലോ. ഞങ്ങൾക്ക് പുറത്തുതാ തമ്പുരാനെ, ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. ഈ പരിപാടിയെ നീ അനുഗ്രഹിക്കു റബ്ബേ. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നവരിൽ അല്ലാഹുവേ ഞങ്ങൾ ചേർത്തണേ റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ